We can begin our session. Once again, Reshma ma'am, welcome for the session. Thank you. ഇപ്പൊ കാണാലോ അല്ലേ കൃത്യമായിട്ട്? കാണാൻ പറ്റും. ഓക്കെ. ബിഫോർ ഐ ഓൾറെഡി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും ഒന്നുകൂടെ ഞാനായിട്ട് എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഐ വുഡ് ലൈക്ക് ടു ഗോ ത്രൂ എ സ്റ്റോറി. ഓക്കെ. Is the slide moving? Not exactly. Now? Yeah. Okay. Moving on. Story. Okay. So the story ഒരു ഭൂട്ടാനിലെ ഒരു കുഞ്ഞ് വില്ലേജിലാണ്. ലൈക്ക് ഭയങ്കര ഹില്ലി ആയിട്ടുള്ള ഭയങ്കര ക്ലോസ് നെറ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി ലിവ് ചെയ്ത ഒരു സോർട്ട് ഓഫ് ഒരു ഹില്ലി ഏരിയയിലെ ഒരു വീട്ടിലാണ്. റൈറ്റ്. സോ ഒരു ഫാദർ ഉണ്ട് ഹു വാസ് ലൈക്ക് ജനറൽ റിസർവ് എഞ്ചിനീയറിംഗ് ഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു പാരാമിലിറ്ററി ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന father, and then mother who was like pregnant, and then a 6-year-old ആയിട്ടുള്ള ഒരു കുഞ്ഞിക്കുട്ടി. Right. So I don't know if you have visited Bhutan. Visit ചെയ്തിട്ടുണ്ടെങ്കിൽ you might be knowing that ഒത്തിരി ഹില്ലി ആയിട്ടുള്ള ഭയങ്കര ബ്രെത്ത് ടേക്കിംഗ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ആണ് ഭൂട്ടാനിലെ. സോ എപ്പോഴും എന്താ പറയുന്നത്, സൗണ്ടും ഭയങ്കര വില്ലേജ് ഒക്കെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഭയങ്കര ടൈറ്റ് നീറ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഒക്കെ ഉള്ള. അപ്പൊ ഈ കുട്ടി ഷീ എവറി ഡേ യൂസ് ടു ലൈക്ക് ഹലോ മാഡം, റീമ മാഡം ഉണ്ടോ? ഞാനുണ്ട്. ഓക്കെ. രേഖ മാഡം എക്സിറ്റ് ആയില്ലേ? ഞാനുണ്ട്. ഇപ്പൊ കേൾക്കാവോ? എനിക്ക് തോന്നുന്നു വീണ്ടും ആളുകൾ കൂടുന്നതിനനുസരിച്ച് വീണ്ടും ഐ തിങ്ക് സ്റ്റക്കായി വരാൻ. ഇപ്പൊ ഓഡിബിൾ ആണ്. ഇടയിൽ ബ്രേക്ക് ആയിരുന്നു. ഓക്കെ. എവിടം വരെയാണ് കേട്ടത് എന്നറിയാവോ? കിഡിന്റെ കാര്യം പറയണ പോലെ ലാൻഡ്സ്കേപ്പിന്റെ കാര്യം പറഞ്ഞത് വരെ നന്നായിട്ട് ക്ലിയർ ആയിരുന്നു. Okay, yeah. So she was sleeping, okay, in the comfort of her mother, and then suddenly, in the middle of the night, ഭയങ്കര വലിയ സൗണ്ട് ആയിരുന്നു. And then she felt like the ground was shaking. Okay, full of distraction, the noise, and then കൊച്ചു പെട്ടെന്ന് ഞെട്ടി വന്നു with like മൊത്തത്തിലെ നോയ്സും അമ്മയുടെ ഭയങ്കര സ്ക്രീമും ഒക്കെ ആയിട്ട്. And she was like ഓർക്കപ്പിച്ചേല് she was seeing how her mother is like trying to protect her. So വാതിലിന് വെളിയിലൂടെ നോക്കുമ്പോഴത്തേനും ഷീ സോ ദാറ്റ് ദെർ വാസ് ആബ്സല്യൂട്ട് ഡെവാസ്റ്റേഷൻ. സോ നിയർ ബൈ ഹിൽസ്, അവർ ഓടിച്ചാടി നടന്ന ഹിൽസും ചുറ്റിനുമുള്ള സാധനങ്ങളും എല്ലാം വെർ ലൈക്ക് ക്രംപ്ലിംഗ് അവേ, ജസ്റ്റ് മഡ്, റോക്ക്,
swallowing everything in their path. Home illa, trees illa, roads illa, everything disappeared in an instant. There was like a landslide. Even അവരുടെ ഹില്ലും part of their own hill had given away. അവരുടെ വീടും almost like it was on the edge of the disaster. Father, despite his duty to, rescue others, was torn between his responsibilities. So he had to be there for his family, but at the same point of time, he was part of Gref also. So he also had to go to job, right, to rescue others. He joined the rescue efforts. So, കുറേ ദിവസത്തേക്ക് family-wise isolated, world in the rest, cut off. This happened somewhere in the 1990s to early 2000s. So, ആ സമയത്ത് ഇത്രയും കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഇല്ല. Bhutan was like still like very less developed. Roads are destroyed, communications illa, few vegetables they had, and adilu ration cheyiditana they survived. Right? After like few weeks to months, roads allam finally built chedu, rescue teams reach chedu, they were brought to safety. Life slowly returned to normal. Life padeyadupole normal ayi. Pakshe the impact of the night never left the little girl. So as she grew up, there was sense of anxiety. എപ്പോഴും എന്തൊക്കെയോ വരുമോ എന്നുള്ളൊരു പേടി. It could have been another disaster. അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുമോ? Every time she was like catastrophizing, and it took her like years to overcome the trauma. And the little girl was me. That's why I told that I will be introducing myself after the story, because this was me when I was a 6-year-old, and when my mother was pregnant with my little sister. So this topic, psychological first aid, is ഒരു topic ആണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സോ യെസ്റ്റർഡേ നൈറ്റ് ആണ് ആക്ച്വലി ഈ ഒരു ഇങ്ങനെ നമുക്കൊരു പ്രോഗ്രാം ചെയ്യാം എന്നുള്ളത് ആക്ച്വലി സജഷൻസ് വന്നത്. ആൻഡ് ദെൻ വെരി ലിമിറ്റഡ് ടൈം, ആൻഡ് വിത്തിൻ ദാറ്റ് ദെർ വാസ് ലൈക്ക് നോ തിങ്കിങ് ഓഫ് യെസ് ഓർ നോ, ഇറ്റ് വാസ് എ സ്ട്രേറ്റ് അവേ യെസ്. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദിസ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ വന്നത് ഭയങ്കര ക്വിക്കായിട്ട് ചെയ്ത ഒരു PPTയും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെതായിട്ടുള്ള ചില ലൂപ്പ് ഹോൾസും കാര്യങ്ങളൊക്കെ കാണും. അപ്പോളജൈസസ് ഫോർ ദാറ്റ്. ഓക്കെ, നൗ വി ക്യാൻ സ്റ്റാർട്ട് അവർ ടോപ്പിക്. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. വെൽക്കം. സോ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ എൻ്റെ പേര് രേഷ്മ. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. കംപ്ലീറ്റഡ് മൈ MPhil ഫ്രം നിംഹാൻസ്. ഇപ്പോൾ കൺസൾട്ടന്റ് ആണ് TMM ഹോസ്പിറ്റലിലെ, ആൻഡ് ഐ ആം ഓൾസോ പർസ്യൂയിങ് മൈ PhD ഫ്രം ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി. റൈറ്റ്. സോ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസാസ്റ്റർ എന്താണെന്നും അതിന്റെ ഇമ്പാക്ട് എന്താണെന്നും ഞാൻ വളരെ ലൈറ്റ് ആയിട്ട്, കാരണം ഇവിടെ ഉള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വളരെ UG തൊട്ട് PG തൊട്ട് അങ്ങോട്ടേക്കുള്ള ഒരുപാട് പേരുണ്ടെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ലൈറ്റ് ആയിട്ട്, വളരെ ബേസിക് ആയിട്ട്, എന്നാൽ കുറെ ബ്രോഡൻ ആയിട്ട് ചെയ്യാനാണ് ഞാൻ നോക്കിയേക്കുന്നത്. സോ വിൽ ബിഗിൻ ഫ്രം ദ ബേസിക്സ്. ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഡിസാസ്റ്റർ എന്താണെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റിൽ. സോ എല്ലാവർക്കും ഓഡിബിൾ ആണല്ലോ അല്ലെ? ഞാൻ അങ്ങനെ പറഞ്ഞു പോവാണ്. മുമ്പത്തെ പോലെ മൈക്കിന് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ അല്ലെ? കേൾക്കാലോ അല്ലെ എല്ലാവർക്കും? താങ്ക് യു. സോ ഒരു ഡിസാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഇവന്റ് ആണ്. ഒരു ഹോൾ കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യുന്ന, മൊത്തത്തിൽ ഒരു ബൾക്ക് ഓഫ് ആളുകളെയും ഒരു എൻവയോൺമെന്റിനും ഒക്കെ മൊത്തത്തിൽ ഒരു സ്ട്രെസ് പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ മനുഷ്യർക്ക് കുറെ സഫറിങ്സ് നൽകുന്ന, അതിനു വേണ്ടിയിട്ട് തിരിച്ച് റിക്കവർ ചെയ്യാനായിട്ട് അസിസ്റ്റൻസ് വേണ്ടി വരുന്ന ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇവന്റിനെയാണ് നമ്മൾ ആക്ച്വലി ഡിസാസ്റ്റർ എന്ന് വിളിക്കുക. ഓക്കെ. സോ നമുക്ക് പല രീതിയിലുള്ള ഡിസാസ്റ്റേഴ്സ് അറിയാം. നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഭൂമിയിൽക്കാണെങ്കിലും കൊടുങ്കാറ്റ്, ഫ്ലഡിങ്, സുനാമി ഒക്കെ നാച്ചുറലി ഒക്കർ ചെയ്യുന്ന പ്രകൃതി ഇതായിട്ട് ഉള്ള കുറച്ച് ഡിസാസ്റ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ ഹ്യൂമൻ കോസ്ഡ് ആയിട്ടുള്ള കുറെ ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ യുദ്ധങ്ങളായാലും ടെറർ അറ്റാക്സ് ആണെങ്കിലും ജീനോസൈഡ് ആണെങ്കിലും അതുപോലെയുള്ള കുറച്ച് ഹ്യൂമൻ കോസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഡിസാസ്റ്റേഴ്സും ഉണ്ട്. പിന്നെ നമ്മുടെ പാൻഡമിക്സ്, COVID-19 പോലെയുള്ള പാൻഡമിക്സ് ഉണ്ട്. ദെൻ മേജർ ആയിട്ടുള്ള ആക്സിഡൻസ്, കാർ ആക്സിഡൻസോ എയർപ്ലെയിൻ ക്രാഷോ അല്ലെങ്കിൽ കൊളാപ്സ് ഓഫ് ബിൽഡിങ്സോ, ഇങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് ഡിസാസ്റ്റേഴ്സ് നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ആൻഡ് ഈ പറയുന്ന ഡിസാസ്റ്റേഴ്സിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട് പല ലെവലുകളിൽ. ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുകയാണെങ്കിലും, ഒരു ഫാമിലി ആയിട്ട് നോക്കുകയാണെങ്കിലും, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നോക്കുകയാണെങ്കിലും, അറ്റ് ഈച്ച് ആൻഡ് എവറി ലെവൽ, ഈവൻ ഇൻ സൊസൈറ്റൽ ആയിട്ട് നോക്കുകയാണെങ്കിലും, ഗവൺമെന്റ് ലെവലിൽ നോക്കുകയാണെങ്കിലും ഭയങ്കര ബൾക്കി ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് അല്ലെ? ഇൻഡിവിജ്വൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് തന്നെ ഭയങ്കര ഡിസ്ട്രെസ് ഉണ്ടാക്കാം, അവർക്ക് ഭയങ്കര ആൻസൈറ്റി ഉണ്ടാക്കാം, ട്രോമ ഉണ്ടാക്കാം.
ഫാമിലി ലെവലിൽ നോക്കുകയാണെങ്കിൽ ആളുകൾ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് പോകാം, അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാം, അവരുടെ മൊത്തത്തിലുള്ള ഏർണിങ്സും അവരുടെ സേവിങ്സും ബിൽഡിങ്സ് അവരുടെ ഹോംസ് എല്ലാം ഓൾ ഓഫ് ദോസ് ക്യാൻ ബി ഡിസ്ട്രപ്റ്റഡ്. കമ്മ്യൂണിറ്റി ലെവലിൽ നോക്കുകയാണെങ്കിൽ ഒരു ബൾക്കായിട്ട് കുറച്ച് ആളുകളെ നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ടി വരാം. അതുപോലെ തന്നെ അവരുടെ ട്രഡീഷണൽ ഇവന്റ്സ്, ഫെസ്റ്റിവൽ, അവരുടെ സോഷ്യൽ ലൈഫ്, അതുപോലെയുള്ള മൊത്തത്തിലുള്ള ഒരു ആക്ടിവിറ്റീസും അവരുടെ എക്കണോമിക് ആയിട്ടുള്ള ഹോൾ ഓഫ് ആസ്പെക്ട്സും എല്ലാം ഡിസ്ട്രപ്റ്റഡ് ആകാം. ഏത് ലെവലിൽ നോക്കുകയാണെങ്കിലും, ഇൻഡിവിജ്വൽ ലെവലിൽ നോക്കുകയാണെങ്കിലും, ഫാമിലി ലെവലിൽ നോക്കുകയാണെങ്കിലും, കമ്മ്യൂണിറ്റി ലെവലിൽ നോക്കുകയാണെങ്കിലും, ഈ തരത്തിലുള്ള എമർജൻസീസ് അല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സ് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള സർവീസസ്, ഇൻക്ലൂഡിങ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബേസിക് ലൈവ്ലിഹുഡ് ആയിക്കോട്ടെ, നമ്മുടെ ഫുഡ്, വാട്ടർ, എവറി സർവീസസിനെ എന്ത് ചെയ്യും? ഡിസ്ട്രപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ മൊത്തത്തിൽ ഡൈവേഴ്സ്, എല്ലാ ഭാഗത്തേക്കും ഭയങ്കര വൈഡ് ആയിട്ട് കിടക്കുന്ന കുറെ പ്രോബ്ലംസിലേക്ക് അത് ലീഡ് ചെയ്യും. അതുപോലെ തന്നെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് കുറെ കൂടെ കൂടാനും ഉള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് വൺ ഓഫ് ദ മേജർ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി എന്താണ്? ഒരു സൈക്കോളജിക്കൽ ട്രോമയാണ്. റൈറ്റ്. സോ ഇനി നമ്മൾ മുമ്പോട്ട് പോകുന്നതിന് മുമ്പേ ഐ വുഡ് ലൈക്ക് യു ടു ടേക്ക് എ പ്രീ അസസ്മെന്റ്. ഓക്കെ, മാക്സിമം വി വിൽ ടേക്ക് ഓർ ഷാൽ ഐ സ്കിപ്പ് ദ പ്രീ അസസ്മെന്റ്? നമ്മൾ ഓൾറെഡി കുറെ ടൈം പോയില്ല നമ്മുടെ. ഷാൽ ഐ ഡു ദ പ്രീ അസസ്മെന്റ് ഓർ നോട്ട് ഡു ദ പ്രീ അസസ്മെന്റ്? നിങ്ങൾ പറയൂ, എന്താ ചെയ്യണ്ടേ? Shall I not? എനിക്ക് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ കാണുന്നില്ല മൊത്തത്തില് എന്താ സംഭവിക്കുന്നത്. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യുമോ? വേണം. ഓക്കെ, വി വിൽ ക്വിക്ലി ഗോ ത്രൂ ദ പ്രീ അസസ്മെന്റ്. ഒത്തിരി ടൈം നമ്മൾ എടുക്കല. ഓക്കെ, ഇപ്പം കറക്റ്റ് 9:32 ആയി. ക്വിക്ലി വി വിൽ ഗോ. ഓക്കെ, Okay, ma'am. Okay, all right. So, താഴെ പറയുന്നത് which of the following is true for people who have experienced crisis events? Crisis events എക്സ്പീരിയൻസ് ചെയ്ത ആളുകളെ പറ്റിയിട്ട് താഴെ പറയുന്ന 3 സ്റ്റേറ്റ്മെന്റ്സിൽ എന്തൊക്കെ കറക്റ്റ് ആണ്, യെസ് ആണ്, എന്തൊക്കെ നോ ആണ് എന്നുള്ളതാണ്. Can just 1, 2, 3 ഇട്ടിട്ട് യെസ് ഓർ നോ ഇത് ചെയ്യാം. ഓക്കെ, ഇനിയുണ്ട് ക്വസ്റ്റ്യൻസ്, അതുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്യാൻ പറയുന്നത് കേട്ടോ. I'll just give you like 1 minute for this. First one, most affected people develop mental disorder. Affect ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും മെന്റൽ ഡിസോർഡർ വരും. അഫക്ട് ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും സ്പെഷ്യൽ മെന്റൽ ഹെൽത്ത് സർവീസസ് ആവശ്യമാണ്. അഫക്റ്റഡ് ആയ ഒട്ടുമിക്ക ആളുകളും അവരുടെ തന്നെ സപ്പോർട്ടും റിസോഴ്സസും വെച്ചിട്ട് റിക്കവർ ചെയ്യും, ഡിസ്ട്രസ് ചെയ്യുന്നു. ഇതാണ് 3 സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, മൂവിങ് അഹെഡ്. ഇനി താഴെ പറയുന്ന കാര്യങ്ങളിൽ ഡിസ്ട്രസിംഗ് ആയിട്ടുള്ള ഇവന്റ്സ് എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, താഴെ പറയുന്ന കാര്യങ്ങളിൽ നമ്മുടെ ഡിസ്ട്രസ് അനുഭവിച്ച ആളുകൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. അഗൈൻ യെസ് ഓർ നോ ആണ്. 4th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് അവരുടെ ട്രോമാറ്റിക് എക്സ്പീരിയൻസിന്റെ ഡീറ്റെയിൽസ് റീകൗണ്ട് ചെയ്യുന്നത്, റിമൈൻഡ് ചെയ്ത് എടുക്കുന്നത്, അത് ചോദിക്കുന്നത് ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ടേക്കിംഗ് ടൈം ടു ബി ഷുവർ. എന്താ പറയുന്നത്, നമ്മൾ അർജന്റ് ആയിട്ട് ആക്ട് ചെയ്യേണ്ടതാണെങ്കിൽ പോലും ആ ക്രൈസിസ് ഇവന്റിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ സമയത്തേക്ക് സേഫ് ആണോ ഇല്ലയോ എന്ന് സമയമെടുത്ത് തീരുമാനിച്ചു പോകുന്നതാണ് നല്ലത് എന്നുള്ളതാണ് സെക്കൻഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഓൾറെഡി ഹെൽപ്പ് ചെയ്ത മറ്റൊരാളിനെ പറ്റിയിട്ട് അവരുടെ സ്റ്റോറി നമ്മൾ ഈ പറയുന്ന നമ്മൾ ഇപ്പൊ കാണുന്ന ആളിനോട് ഷെയർ ചെയ്യുന്നത് നല്ലതാണ്. സോ ദാറ്റ് ദേ നോ ദാറ്റ് ദേ ആർ നോട്ട് അലോൺ. അവരൊറ്റയ്ക്കല്ല എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ജസ്റ്റ് റെസ്ക്യൂ ചെയ്ത ആരെങ്കിലും പറ്റിയിട്ട് അവരോട് പറയുന്നത് നല്ലതാണ്. അതാണ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്.
അടുത്ത സ്റ്റേറ്റ്മെന്റ്, എന്ത് തരം റീഅഷ്വറൻസ് കൊടുത്തും ആളുകളെ നമ്മൾ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ്. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട് നമുക്ക് ഇപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചു പണിയാനായിട്ട് പറ്റും, റീബിൽഡ് ചെയ്യാനായിട്ട് പറ്റും എന്നൊക്കെയുള്ള പോലത്തെ റീഅഷ്വറൻസുകൾ നല്ലതാണ്, ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ്. Being sure to say only what you know and not to make up information that you don't know. അതായത് നമുക്ക് എന്താണോ അറിയാവുന്നത് ആ കാര്യങ്ങൾ പറയുക, പക്ഷെ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഗിവിംഗ് ഇൻഫർമേഷൻ അറിയാത്ത ഇൻഫർമേഷൻസ് കൊടുക്കാതിരിക്കുക. അതാണ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ്, അവര് ചെയ്തതോ പറഞ്ഞതോ ആയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ആക്ഷൻസോ ബിഹേവിയറോ ഡ്യൂറിങ് ദ ഡിസ്ട്രസിങ് ഇവന്റ് അതിനെ ജഡ്ജ് ചെയ്യുക, സോ ദാറ്റ് അവർ നെക്സ്റ്റ് ടൈം ആ മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് ഇസ് ഹെൽപ്ഫുൾ എന്നുള്ളതാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ്, ഈ സിറ്റുവേഷനെ പറ്റിയിട്ട് അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സർവീസസിനെ പറ്റിയിട്ടും കൂടുതൽ അറിയാം, സോ ദാറ്റ് നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ കൂടുതലും അസിസ്റ്റൻസ് കൊടുക്കാനായിട്ട് പറ്റും. അത് ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് വൺ, നമ്മൾ അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളോട് അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അതായത് ഇതിലും വേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാമായിരിക്കും, സോ യു ആർ ലക്കി ദാറ്റ് യു ആർ അലൈവ് ടുഡേ ഓർ അങ്ങനെ. സോ ഹൗ ഷുഡ് ദേ ബി ഫീലിംഗ് ഇൻസ്റ്റെഡ് ഓഫ് ഹൗ റൈറ്റ് നൗ ദേ ആർ ഫീലിംഗ് എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ആൻഡ് 12th one, അഫക്റ്റഡ് പേഴ്സണോട് അവരുടെ കൺസേൺസ് ചോദിക്കുക. അവരുടെ കൺസേൺസ് എന്താണെന്ന് അറിയാമെങ്കിൽ പോലും അവരോട് അവരുടെ കൺസേൺസ് ചോദിക്കുക എന്നുള്ളതാണ് അടുത്തത്. അതിന്റെ അടുത്തത്, കുട്ടികളെ അവരുടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കെയർ ഗീവേഴ്സിനോട് ചേർത്ത് വെക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ്. ഐ ഹോപ്പ് ദിസ് മച്ച് ഇസ് കംപ്ലീറ്റഡ്. ഓക്കെ, ടൈം ഇല്ലാത്തതുകൊണ്ട് മൂവിങ്. രണ്ട് ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ദിസ് ഇസ് റിഗാർഡിങ് യു, അതായത് ആസ് എ ഹെൽപ്പർ, നിങ്ങളിവിടെ ഹെൽപ്പർ ആണല്ലോ. സോ ആസ് ഹെൽപ്പേഴ്സ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഫോക്കസ് ഓൺലി ഓൺ ദ പീപ്പിൾ യു ആർ ഹെൽപ്പിംഗ് ആൻഡ് ട്രൈ ടു ഫോർഗെറ്റ് യുവർ ഓൺ നീഡ്സ് അൺടിൽ ആഫ്റ്റർ ദ ക്രൈസിസ് സിറ്റുവേഷൻ ഈസ് ഓവർ. അതായത് നിങ്ങൾ ആരെയാണോ ഹെൽപ്പ് ചെയ്യുന്നത് അവരിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക, ആൻഡ് ദെൻ നമ്മളുടെ തന്നെ നീഡ്സ് മറക്കുക അൺടിൽ ക്രൈസിസ് സിറ്റുവേഷൻ ഓവർ ആകുന്നത് വരെ. ലാസ്റ്റ്, സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യുക, അപ്രോപ്രിയേറ്റ് ബ്രേക്സ് എടുക്കുക, നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന ആളുകളോട് നിങ്ങളുടെ ഹെൽപ്പിംഗ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് സംസാരിക്കുക. ഓക്കെ, മൂവിങ് ഓൺ. ഇതൊരു പ്രീ അസസ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, മൂവിങ് ഓൺ. നമ്മൾ ആദ്യമേ സംസാരിച്ചത് എന്തായിരുന്നു? ഡിസാസ്റ്റർ എന്താണെന്ന് സംസാരിച്ചു, നമ്മൾ അതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് സംസാരിച്ചു. നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് സാധാരണ ഇങ്ങനെയുള്ളൊരു ഡിസ്ട്രസിങ് ഇവന്റ് വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിലുള്ള റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളതാണ്. ഒട്ടുമിക്ക ആളുകളും ഏതെങ്കിലും രീതിയിലുള്ള ചേഞ്ചുകൾ എക്സാക്ട്ലി ബിഫോർ ആൻഡ് ആഫ്റ്റർ സെയിം ആയിട്ടായിരിക്കത്തില്ല അവരിയ്ക്കുന്നത്. ഡെഫിനറ്റ്ലി കുറച്ചൊക്കെ ചേഞ്ചസ് ഈ ട്രോമാറ്റിക് ഇവന്റിന് മുമ്പും കഴിഞ്ഞിട്ടും ഉണ്ടായിരിക്കാം. ആൻഡ് ഈ റിയാക്ഷൻസ് ഒരുപക്ഷെ കംപ്ലീറ്റ്ലി നോർമൽ ആയിരിക്കാം. ആൻഡ് ദെൻ അവരുടെ സൈക്കോളജിക്കൽ സ്ട്രെസ് ടൈമിനോട് കൂടിയിട്ട് എന്തായിന്ന് വരാം, ഇംപ്രൂവ്ഡ് ആയിട്ട് വരാം. എല്ലാവരും ഒന്നും ഇങ്ങനത്തെ ട്രോമാറ്റിക് അല്ലെങ്കിൽ ഡിസ്ട്രസിങ് ഇവന്റ്സ് ആയിട്ട് ട്രോമാറ്റൈസ്ഡ് ആകത്തില്ല എന്നുള്ളതാണ്. മെജോറിറ്റി ഓഫ് ആൾക്കാരും ഡിസ്ട്രസ്ഡ് ആകും, പക്ഷെ ദേ വിൽ ബി ഓവർകമ്മിങ്. ആൻഡ് ഒരു സ്മോൾ നമ്പർ ഓഫ് പീപ്പിൾ വിൽ ബി എന്താണ്, ക്രോണിക് ആയിട്ട് വളരെ ലോങ് ടേമിലത്തേക്ക് അവർ ട്രോമാറ്റൈസ്ഡ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ അവരുടെ റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ്. അവരുടെ റിസ്ക് ഫാക്ടേഴ്സ് എന്താണ്, അവരുടെ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് എന്താണ് എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും അവർക്ക് ഒരു ഡിസ്ട്രസ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ സ്ട്രെസ് ആണോ വരുന്നത്, അതോ ഒരു ക്രോണിക് ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണോ വരുന്നത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് മേജർ ആയിട്ട് ഒരു ബ്രോഡ് ആയിട്ട് നമ്മൾ സംസാരിക്കണമെങ്കിൽ. ഇനി നമ്മൾ കുറച്ചും കൂടെ നാരോ ഡൗൺ ചെയ്യുകയാണെങ്കിൽ പല രീതിയിലുള്ള റിയാക്ഷൻസ് വരാം. ഒന്നാണ് വൺ ഓഫ് ദ കീ ഇമ്പോർട്ടന്റ്, എസ്പെഷ്യലി നമ്മളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മേജർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലോസ് ആണ്. ഒരു മേജർ ഒരു ഫിനോമിന ലോസ് ആണ്. ആൻഡ് ഒബ്വിയസ്ലി അപ്പൊ എന്തായിരിക്കും അതിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന റിയാക്ഷൻ? ഗ്രീഫ് ആണ്, അല്ലെ? നമുക്ക് ഒരുപാട് പേഴ്സണൽ റിലേഷൻഷിപ്സും ക്ലോസ് ആയിട്ടും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് നഷ്ടപ്പെടാം. നമുക്ക് തന്നെ നമ്മുടെ ലൈഫിന്റെ ഓവർ അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിന്റെ ഓവർ ഉള്ള നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെടാം. നമുക്കൊരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, ഒരു വീടുണ്ടായിരുന്നു, ഒരു കാർ ഉണ്ടായിരുന്നു, യു ഹാഡ് മണി വിത്ത് യു, അതെല്ലാം ആ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി, ഒരു സെൻസ് ഓഫ് ഹോപ്പ് എല്ലാം ലോസ് ആകാം. നമ്മുടെ ഡിഗ്നിറ്റി, നമ്മുടെ ട്രസ്റ്റ്, നമ്മുടെ സേഫ്റ്റി ലോസ് ആകാം. നമ്മുടെ ഒരു പോസിറ്റീവ് സെൽഫ് ഇമേജ് ലോസ് ആവാം. ഫ്യൂച്ചറിനോടുള്ള ഒരു ട്രസ്റ്റ് ലോസ് ആവാം. നമ്മുടെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, വീടായിക്കോട്ടെ അല്ലാതെ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ ലൈക്ക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോസ്പിറ്റൽസ്, വാട്ടെവർ, സർവീസസ് ലൈക്ക് കമ്മ്യൂണിക്കേഷൻ പോലെയുള്ള സർവീസസ് ആക്സസ് അത് നഷ്ടപ്പെടാം.
പ്രോപ്പർട്ടി നഷ്ടപ്പെടാം, മെറ്റീരിയൽ ഗുഡ്സ് നഷ്ടപ്പെടാം, ഒരു ലൈവ്ലിഹുഡിനുള്ള മൊത്തത്തിലുള്ള നമ്മുടെ വകകൾ നഷ്ടപ്പെടാം, ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടാം. ഞാനിവിടെ ലോസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരാൾ നഷ്ടപ്പെടുക എന്നുള്ളത് മാത്രമല്ല, ഈ പറയുന്ന നഷ്ടങ്ങൾ എന്തും ലോസ് ആണ്. ഇതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന എന്ത് റിയാക്ഷനും ആക്ച്വലി ഗ്രീഫ് തന്നെയാണ്. ഓക്കെ, സോ ഗ്രീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരു നാച്ചുറൽ റിയാക്ഷൻ ആണ്. നമുക്കൊരു ലോസ് ഉണ്ടാകുമ്പോഴത്തേനും നമുക്കുണ്ടാവുന്ന ഒരു നാച്ചുറൽ റിയാക്ഷൻ ആണ് ഗ്രീഫ് എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് ട്രോമ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രീഫ് എന്ന് പറയുന്നത്. ഗ്രീഫ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള, ചില സമയങ്ങളിൽ ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ട് പോകാവുന്ന ഇമോഷൻസ് ആണ്. ചിൽഡ്രനും അഡൾട്ടും രണ്ടുപേരും രണ്ട് രീതിയിലായിരിക്കും മോസ്റ്റ് പ്രോബബിലി ഗ്രീഫ് എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾ കൂബ്ലർ ആൻഡ് റോസിന്റെ ഒക്കെ തിയറീസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ 5 സ്റ്റേജസ് ഓഫ് ഗ്രീഫ് ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, ഞാൻ ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഡിനയൽ, ആങ്കർ, ബാർഗെയിനിങ്, ഡിപ്രഷൻ, അക്സെപ്റ്റൻസ്, ഇങ്ങനെ 5 സ്റ്റേജിൽ കൂടെയാണ് ഗ്രീഫ് ഒരാള് ഗ്രീഫിൻ്റെത് കടന്നു പോകുന്നതെന്നാണ് പറയുന്നത്. ആൻഡ് സംടൈംസ് വി മേ ഗെറ്റ് സ്റ്റക്ക് ഇൻ സർട്ടൻ സ്റ്റേജസ്. അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു പോയിന്റിൽ നമ്മൾ ഈ പറയുന്ന 5 സ്റ്റേജസും കടന്നു പോകാതെ സംവെയർ വി മൈറ്റ് ബി ജസ്റ്റ് സ്റ്റക്ക്, അല്ലെങ്കിൽ യു വിൽ നോട്ട് ബി ഏബിൾ ടു ടച്ച് സർട്ടൻ സ്റ്റേജസ് എന്നുള്ളൊരു പ്രശ്നം ചിലപ്പം വരാം. ഓക്കെ, സോ ഇങ്ങനെയുള്ള നമ്മുടെ എന്താ പറയുന്നത് എൻവയോൺമെന്റൽ ചേഞ്ച്, ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ ചേഞ്ച് അല്ലെങ്കിൽ ഡിസാസ്റ്ററിനോട് നമുക്ക് നോർമലി വരുന്ന ഒരു റിയാക്ഷൻ ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ആൻഡ് സ്ട്രെസ് ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ റെസ്പോൺസസ് ആയിട്ടാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് സ്ട്രെസ് ഒരു നോർമൽ ഓട്ടോമാറ്റിക് ഫിസിക്കൽ റിയാക്ഷൻ ആണ്. നമ്മുടെ സർവൈവലിനും നമ്മുടെ ഡെവലപ്മെന്റിനും നമ്മുടെ ഗ്രോത്തിനും വേണ്ടിയിട്ടൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. It is preventable and avoidable and somehow manageable. പക്ഷേ when it comes to disaster, if you ask me that അത്രയും preventable and avoidable and manageable ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I would say no. Okay. സോ ഡിസാസ്റ്റർ ഇവന്റ്സ് നമ്മളുടെ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ സ്ട്രെസ്സിനെ ക്രിയേറ്റ് ചെയ്യും. കാരണം മൊത്തത്തിൽ അവരുടെ ലൈഫും അണ്ടർ ത്രെട്ടാണ്, മൊത്തത്തിൽ അവരുടെ ലൈഫ് ഈസ് അണ്ടർ എ ചാലഞ്ച്. സോ അതുകൊണ്ട് തന്നെ ഡിസാസ്റ്റർ ബോത്ത് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ സ്ട്രെസ്സിലേക്ക് ലീഡ് ചെയ്യും. യൂഷ്വലി ആളുകൾ ഇനീഷ്യലി ഒരു അക്യൂട്ട് ഫേസിലൂടെ കടന്നു പോകും, പെട്ടെന്നുള്ള ഒരു ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രെസ്. പിന്നെ പതിയെ അവർ അതിനോട് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ദേ ടേക്ക് സ്റ്റെപ്സ് ആൻഡ് തേർഡ് സ്റ്റേജിൽ അവർ തന്നെ കാര്യങ്ങളെ കുറച്ച് റിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങും. ദേ ഗെറ്റ് യൂസ് ടു ദിസ് ആൻഡ് ഫോർത്തിലേക്ക് ദേ ആർ ഗോയിങ് ബാക്ക് ടു ദെയർ നോർമൽ ഫേസ്, ഒരു റീഓറിയന്റേഷൻ ഫേസ്. ഇങ്ങനെയാണ് നോർമൽ റിയാക്ഷൻ ടു ഡിസാസ്റ്റർ, ഒരു സ്ട്രെസ് വരുന്നത്. പക്ഷേ ദർ ക്യാൻ ബി സിവിയർ റിയാക്ഷൻ ടു സ്ട്രെസ് ആസ് വെൽ. ഈ ഒരു 4 സ്റ്റേജിൽ കൂടെ കടന്നു പോകാതെ നമുക്കൊരു വളരെയധികം സിവിയർ ആയിട്ടുള്ള റിയാക്ഷനും വരാം ടുവേർഡ്സ് ദിസ് ഡിസാസ്റ്റർ. ഒരു വീക്കിലത്തേക്കോ അതിലും കൂടുതലായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റാതിരിക്കുക, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുക, ഡിസോറിയന്റഡ് ആയിട്ടിരിക്കുക, നോർമൽ ആയിട്ട് നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് നമ്മളെയും നമ്മുടെ ഫാമിലിയെയും ടേക്ക് കെയർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഹൈജീനിക് ആയിട്ടിരിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ തന്നെ ബിഹേവിയർ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആകുന്നു, ഡിസ്ട്രക്റ്റീവ് ആകുന്നു, നമ്മളെയോ മറ്റുള്ളവരെയോ ഹാം ചെയ്യാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, സാധാരണഗതിയിലും കൂടുതൽ സബ്സ്റ്റൻസസോ ആൽക്കഹോളോ യൂസ് ചെയ്യാൻ തുടങ്ങുന്നു, ക്രോണിക് ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിന്റെ സിംറ്റംസ് കാണിക്കുന്നു എന്നൊക്കെയുള്ളതാണ് ഈ പറയുന്ന ഡിസാസ്റ്ററിനോടുള്ള സിവിയർ ആയിട്ടുള്ള റിയാക്ഷൻസ്. ആൻഡ് ഇറ്റ് മീൻസ് ദാറ്റ് അവർക്ക് ഇമ്മീഡിയറ്റ് അറ്റൻഷനും ഇന്റർവെൻഷനും റെഫറൽസും വേണം എന്നുള്ളതാണ് അതിന് അർത്ഥം. ഓക്കെ, ഇനിയും അതിന്റെ ഒരു സബ് പാർട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് എന്തെന്ന് പറയുന്നത് ട്രോമ എന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെ ഒരു ടെറിബിൾ ഇവന്റ്, ഒരു ആക്സിഡന്റ്, നാച്ചുറൽ ഡിസാസ്റ്റർ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഭയങ്കര ഡിസ്ട്രെസ്സിങ്ങോ അല്ലെങ്കിൽ ഡിസ്റ്റർബിങ്ങോ ആയിട്ടുള്ള ഒരു ഇവന്റിനോടുള്ള നമ്മുടെ സൈക്കോളജിക്കൽ ആൻഡ് നമ്മുടെ ഇമോഷണൽ റെസ്പോൺസ് തന്നെയാണ് നമ്മൾ ട്രോമ എന്ന് വിളിക്കുന്നത്. ഒരു ട്രോമാറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒരു റേഞ്ച് ഓഫ് ഇമോഷൻസ് ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റിലേക്ക് മാത്രമല്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ നോർമൽ റിയാക്ഷൻ ടു സ്ട്രെസ് എന്ന് പറയുന്ന കാര്യങ്ങൾ ആഫ്റ്റർ എ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം അത് വിത്ഡ്രോ ചെയ്യും. പക്ഷെ ഒരു ട്രോമാറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണ് റേഞ്ച് ഓഫ് ഇമോഷൻസ് ഇമ്മീഡിയറ്റ്ലി മാത്രമല്ല ഫീൽ ചെയ്യുന്നത്, ആഫ്റ്റർ ദി ഇവന്റ് ഒരു ലോങ് ടേമിലത്തേക്ക് ദേ ഫീൽ ദീസ്. ഓക്കെ, അവർ ഓഫൺ ദേ ഫീൽ ഓവർവെൽംഡ്, ഹെൽപ്ലെസ് ആയിട്ടും ഭയങ്കര ഷോക്ക്ഡ് ആയിട്ടും, ആൻഡ് ദെൻ അവർക്ക് ഈ പറയുന്ന എക്സ്പീരിയൻസസ് ഒന്നും പ്രോസസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റാറില്ല. ആൻഡ് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഫിസിക്കൽ സിംറ്റംസ്, ബോഡി പെയിൻ, നമ്പായിട്ട് ഫീൽ ചെയ്യുക, ഹെഡ് ഏക്സ് വരിക, നൈറ്റ് മെയർസ് വരിക, നോസിയ വരിക, സ്tomach അപ്സെറ്റ് ആവുക പോലെയുള്ള കുറെ ഫിസിക്കൽ സിംറ്റംസും അവർക്ക് ഉണ്ടാവാറുണ്ട്. ഓക്കെ,
രണ്ട് ടൈപ്പ് ഓഫ് ട്രോമാറ്റിക് സ്ട്രെസ് ഉണ്ട് നമുക്ക്, പ്രൈമറിയും സെക്കൻഡറിയും. ഇപ്പോഴത്തെ ലാൻഡ് സ്ലൈഡിന്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പ്രൈമറി ട്രോമാറ്റിക് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലാൻഡ് സ്ലൈഡിൽ പെട്ടുപോയ ആൾക്കാരുടെ ആ കമ്മ്യൂണിറ്റി, അവർ ഡയറക്ട്ലി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, റൈറ്റ്? അവർക്കുണ്ടാവുന്നതാണ് പ്രൈമറി ട്രോമാറ്റിക് സ്ട്രെസ് എന്ന് പറയുന്നത്, അല്ലേ? ഇനി നമ്മുടെ കമ്മ്യൂണിറ്റിന്ന്, അതായത് നമ്മുടെ സോഷ്യൽ വർക്കേഴ്സ്, സൈക്കോളജിസ്റ്റുകൾ, അതുപോലെയുള്ള ആൾക്കാർ, സൈക്കോളജിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ പോയിട്ടുള്ള കുറച്ച് പേരുണ്ട്. അതുപോലെ തന്നെ മീഡിയ റിപ്പോർട്ടേഴ്സ് ഉണ്ട്, നമ്മുടെ റെസ്ക്യൂ ടീം ഉണ്ട്, അല്ലെ? മിലിറ്ററിയുടെ ടീംസ് ഉണ്ട്, അല്ലാതെ തന്നെ അവരുടെ തന്നെ കമ്മ്യൂണിറ്റി എന്നുള്ള ആൾക്കാരുണ്ട്. സോ ഇവർ അവിടെ ചെന്നിട്ട് ദേ ആർ എക്സ്പോസ് ടു പീപ്പിൾ, ഓൾറെഡി ട്രോമാറ്റൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണുന്നു. അതുപോലെ തന്നെ സർവൈവേഴ്സിൽ നിന്ന് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് കേൾക്കുന്നു, ഡെഡ് ബോഡീസ് കാണുന്നു. സോ ഇതുപോലെയുള്ള കുറെ കാര്യങ്ങൾ, ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ ഓൾറെഡി അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് സെക്കൻഡറി ആയിട്ട് റിസീവ് ചെയ്യുന്നവർക്കാണ് സെക്കൻഡറി ട്രോമാറ്റിക് സ്ട്രെസ് വരുന്നത്. ഞാനിപ്പോൾ നമ്മൾ സോഷ്യൽ വർക്കേഴ്സ്, റെസ്ക്യൂ വർക്കേഴ്സ്, മീഡിയ റിപ്പോർട്ടേഴ്സ്, അവർ ട്രോമയുടെ വിക്ടിംസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, അവർ ആ ഇവന്റ് സൈറ്റ് കാണുന്നു. സോ ഈ ഒരു രീതിയിൽ ഉണ്ടാവുന്ന സ്ട്രെസ് ആണ് സെക്കൻഡറി ട്രോമാറ്റിക് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ട്രോമാറ്റിക് സ്ട്രെസ് ഉണ്ട്. ഈ രണ്ട് ഇവന്റുകളിലും നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഹെൽപ്പുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോ ഒരു ട്രോമ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദർ ആർ സർട്ടൺ റിയാക്ഷൻസ്. അതായത് അവർ ആ ട്രോമാറ്റിക് ഇവന്റിനെ പറ്റിയിട്ട് തിങ്ക് ചെയ്യുന്നതും ടോക്ക് ചെയ്യുന്നതും നന്നായിട്ട് അവോയ്ഡ് ചെയ്യും. പെട്ടെന്ന് ഞെട്ടുക, ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള മൂഡ്, ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്, ഭയങ്കര അലാംഡ് ആയിട്ടായിരിക്കും അവർ, ഭയങ്കര ഹൈപ്പർ വിജിലന്റ് ആയിട്ടിരിക്കുക, ആ സൈറ്റിനെ ഓർമ്മിപ്പിക്കുന്ന പ്ലേസസ് അവോയ്ഡ് ചെയ്യുക, ചില ആക്ടിവിറ്റീസ് അവോയ്ഡ് ചെയ്യുക, ഫ്ലാഷ് ബാക്സ് വരിക, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, ഭയങ്കര അഗ്രസീവായിട്ട് പെരുമാറുക, തീരും ഒരു കാര്യത്തിനും ഇൻട്രസ്റ്റ് ഇല്ലാതെ വരിക, പിന്നെ ഗിൽറ്റ്, ഷെയിം പോലെയുള്ള കാര്യങ്ങൾ വരിക, സബ്സ്റ്റൻസ് അബ്യൂസ്, സ്ലീപ്പ് പറ്റുന്നില്ല, നൈറ്റ് മേഴ്സ്, ഇതൊക്കെയാണ് സാധാരണഗതിയിലുള്ള പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അഡൾട്ട്. ഇനി ചിൽഡ്രനിലേക്ക് വരുമ്പോഴത്തേനും ഈ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ട്രോമാറ്റൈസിങ് ഇവന്റ്സിൽ അവരുടെ റിയാക്ഷൻ കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം, ഡിസ്ട്രെസ്, പേടി, തീരെ സെക്യൂരിറ്റി ഇല്ലാത്തൊരു ഫീല്, ഭയങ്കര നമ്പായിട്ട് ഫീൽ ചെയ്യുക, ഗിൽറ്റി ഫീൽ ചെയ്യുക, ഹെൽപ്ലെസ്നെസ് ഫീൽ ചെയ്യുക, പിന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടായിരിക്കും, ഭയങ്കര ഡിസോറിയന്റഡ് ആയിരിക്കും, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര റേസിംഗ് തോട്ട്സ്. ഫിസിക്കലി പറയുകയാണെങ്കിൽ സ്വെറ്റിംഗ്, ഡിസിനസ്, നോസിയ, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, സ്റ്റൊമക്ക് വേദന, ചെസ്റ്റ് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുക, വിറയല്, അതുപോലെ തന്നെ പെട്ടെന്ന് അനോയിഡ് ആവുക, പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുക, അതുപോലെ തന്നെ ബെഡ് വെറ്റ് ചെയ്യുക, ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല, റെസ്റ്റ്ലെസ്നെസ്, അതുപോലെയുള്ള കുറെ കാര്യങ്ങളായിരിക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്നത്. ഒരു സ്വല്പം ലേറ്റർ ആയിട്ടാണെങ്കിൽ കുറച്ചും കൂടെ ആൻഷ്യസ് ആയിട്ടുള്ള സിംറ്റംസ്, ഡിപ്രസീവ് സിംറ്റംസ്, വീണ്ടും ട്രോമ ഉണ്ടാകുമോ എന്നുള്ള പേടി, ഒരുതരം ഹോസ്റ്റിലിറ്റി, ബാഡ് എക്സ്പീരിയൻസസിനെ പറ്റിയിട്ട് വീണ്ടും ഓർക്കുക, ഫ്ലാഷ് ബാക്സ് ഉണ്ടാവുക, സൂയിസൈഡൽ തോട്ട്സ് വരിക, അവരെ തന്നെ ബ്ലെയിം ചെയ്യുക, മൊത്തത്തിൽ അവരുടെ അപ്പറ്റൈറ്റ്, വിശപ്പില് ചേഞ്ചസ് വരിക, റെക്കറന്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസോ ഫിസിക്കൽ ആയിട്ടുള്ള ഇൽനെസസോ വരിക, നൈറ്റ് മെയർസ് വരിക, അഗ്രഷൻ, സ്കൂളിൽ പോവാതിരിക്കുക, വിഡ്രോവൽ, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കുറച്ചും കൂടെ ഡീലേഡ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ ഓരോരോ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ വെച്ച് നോക്കുമ്പോഴും അവരുടെ പ്രസന്റേഷൻസും ഡിഫറെന്റ് ആയിരിക്കും. ഒരു 6 year ഓൾഡ് വരെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ കൂടുതലും ഹെൽപ്ലെസ് ആയിട്ടും ഫിയറും, അതുപോലെ തന്നെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല, അവർക്ക് തന്നെ ഉറങ്ങാൻ പറ്റത്തില്ല, സെപ്പറേഷൻ ആൻസൈറ്റി, ഓക്കെ, ബെഡ് വെറ്റിംഗ് പോലെയുള്ള കാര്യങ്ങളായിരിക്കും 6 വയസ്സ് വരെയുള്ള കുട്ടികൾ ഉണ്ടാവുക. ഒരു 7 തൊട്ട് 12 വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് വീട്ടിലും സ്കൂളിലും ഒക്കെ അൺസേഫ് ആയിട്ട് തോന്നും, അക്കാഡമിക് പെർഫോമൻസ് ഡിക്ലൈൻ ചെയ്യും, ഗിൽറ്റും ഷെയിമും കൂടുതലായിരിക്കും. ഇവർക്കും സ്ലീപ്പ് പ്രോബ്ലംസും നൈറ്റ് മെയർസും തന്നെ ഉറങ്ങാനായിട്ട് ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഫിസിക്കൽ ആയിട്ടുള്ള കുറെ ചേഞ്ചസും, ബിഹേവിയർ ചേഞ്ചും, അഗ്രഷൻ, റെക്ലെസ് ബിഹേവിയേഴ്സ് വഴിയായിരിക്കും. അഡോളസെൻസിൽ കൂടുതലും ഗിൽറ്റ്, ഷെയിം പോലെയുള്ള കാര്യങ്ങൾ, റിവെഞ്ച് പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സെൽഫ് ഡിസ്ട്രക്റ്റീവോ റിസ്കി ആയിട്ടുള്ള ബിഹേവിയേഴ്സോ ഒക്കെ ആയിരിക്കും ഇവർക്ക് കൂടുതലായിട്ടും ഉണ്ടാവുക. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡിസാസ്റ്റർ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ജനറൽ ആയിട്ട് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടും കമ്മ്യൂണിറ്റിയിലും ഫാമിലിയിലും ഒക്കെയുള്ള ഇമ്പാക്ട് നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ നമ്മൾ ജനറൽ ആയിട്ടുള്ള കോമൺ റിയാക്ഷൻ ടു സ്ട്രെസ് എങ്ങനെയാണെന്ന് നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഒരു സിവിയർ റിയാക്ഷൻ ടു സ്ട്രെസ് എങ്ങനെയാണെന്ന് സംസാരിച്ചു. ട്രോമാറ്റിക് റെസ്പോൺസസ് എങ്ങനെയാണെന്ന് സംസാരിച്ചു. ട്രോമാറ്റിക് റെസ്പോൺസിൽ തന്നെ അഡൽട്ടിന് എങ്ങനെയായിരിക്കും, ചിൽഡ്രൻ എങ്ങനെയായിരിക്കും വരിക എന്നുള്ളതും നമ്മൾ സംസാരിച്ചു. നൗ നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത് നമ്മുടെ ടോപ്പിക്കിലേക്കാണ്, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. ഓക്കെ, സോ what comes to your mind when you hear the term psychological first aid? Just take few seconds and just think about it. I know that ningada mic mute aanu, you may not be able to respond, പക്ഷേ just take like
2-3 seconds. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോഴത്തേനും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ് എന്നുള്ളത്. ഓക്കെ, സോ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് അക്കോർഡിംഗ് ടു WHO എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹ്യൂമെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് റെസ്പോൺസ് ആണ്. നമ്മുടെ തന്നെ ഫെല്ലോ ഹ്യൂമൻ ബീയിങ്സ് സഫർ ചെയ്യുന്ന സപ്പോർട്ട് നീഡഡ് ആയിട്ടുള്ള നമ്മളുടെ കൂട്ടത്തിലുള്ള ഹ്യൂമൻ ബീയിങ്സിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മനുഷ്യത്വപരവും സപ്പോർട്ടീവുമായിട്ടുള്ള ഒരു തരം റെസ്പോൺസ് ആണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഇതൊരു അക്യൂട്ട് ഇന്റർവെൻഷൻ ആണ്, നോട്ട് ദി characteristics. Acute intervention ആണ് when responding to psychosocial needs of children, adult families affected by disaster and pandemic. ഒരു ഡിസാസ്റ്ററോ പാൻഡമിക്കോ ആയിട്ട് അഫക്റ്റഡ് ആയിരിക്കുന്ന കുട്ടികൾക്കോ മുതിർന്നവർക്കോ ഫാമിലീസിനോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൈക്കോസോഷ്യൽ ഇന്റർവെൻഷൻ വിച്ച് ഈസ് അക്യൂട്ട്, ചെറിയ ഷോർട്ട് ടേമിലത്തേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന, ഇമീഡിയറ്റ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹ്യൂമെയിൻ ആൻഡ് സപ്പോർട്ടീവ് റെസ്പോൺസ് ആണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് നോൺ ഇൻട്രൂസീവ് ആണ്. നോൺ ഇൻട്രൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡീപ്പർ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് ഇൻട്രൂഡ് ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യുന്ന ഒരു കെയറും സപ്പോർട്ടും ആണ് PFA എന്ന് പറയുന്നത്. നമ്മൾ കൂടുതലും അവരുടെ നീഡ്സിനെയും കൺസേൺസിനെയും അഡ്രസ് ചെയ്യാനാണ് ശ്രദ്ധിക്കുന്നത്. അവരുടെ ബേസിക് നീഡ്സ് ലൈക്ക് ഫുഡ്, വാട്ടർ പോലെയുള്ള കാര്യങ്ങൾ അഡ്രസ് ചെയ്യാൻ നോക്കാറുണ്ട്. നമ്മൾ കൂടുതലും അവരെ ലിസൺ ചെയ്യാനായിട്ട് ശ്രമിക്കും, പക്ഷെ ഒരിക്കലും അവരോട് സംസാരിക്കാനായിട്ട് അവരെ പ്രഷർ ചെയ്യാറില്ല. നമ്മൾ ആളുകളെ കംഫോർട്ട് ചെയ്യാനും അവര് കാം ഡൗൺ ചെയ്യാനുമായിട്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യും. അവർക്ക് ഇൻഫർമേഷൻസ് കൊടുക്കാനും സർവീസസ് കൊടുക്കാനും സോഷ്യൽ സപ്പോർട്ട് കൊടുക്കാനും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഫർദർ അവർക്ക് ഹാം വരാതെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഇതാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന സാധനം നമ്മൾ പ്രൊഫഷണൽസിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കൗൺസിലിംഗ് അല്ല സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ ഡീബ്രീഫിംഗ് തീർത്തും അല്ല. നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ ടേം അറിയായിരിക്കും, ഡീബ്രീഫിംഗ് എന്നുള്ളത്, അല്ലെ? നമ്മൾ റീസെന്റ് ആയിട്ട് ഒരു ക്രൈസിസ് ഇവന്റ് സംഭവിച്ച ആൾക്കാരോട് വളരെ ബ്രീഫായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അവരുടെ നടന്ന ഇവന്റുകളെ പറ്റിയും അവർ അതിനെ പറ്റിയിട്ട് എന്ത് പെർസീവ് ചെയ്യുന്നു, എന്ത് ചിന്തകൾ വരുന്നു, അവരുടെ ഇമോഷണൽ റിയാക്ഷൻസ്, ഇതൊക്കെ നമ്മൾ ചോദിക്കുന്ന, അവരിൽ നിന്ന് എലിസിറ്റ് ചെയ്തെടുക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ആണ് സൈക്കോളജിക്കൽ ഡീബ്രീഫിംഗ് എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ഒരിക്കലും സൈക്കോളജിക്കൽ ഡീബ്രീഫിംഗ് അല്ല. ഓക്കെ, നമ്മൾ ഒരിക്കലും അവരോട് എന്ത് സംഭവിച്ചെന്നോ എപ്പോഴാണ് സംഭവിച്ചതെന്നോ അവരെന്ത് അതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നതെന്നോ ഒരിക്കലും നമ്മൾ ചോദിക്കാറില്ല. നമ്മൾ കൂടുതലും സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിൽ ആളുകളെ ലിസൺ ചെയ്യാറാണ് പതിവ്. പക്ഷേ അതിനർത്ഥം നമ്മൾ അവരോട് എന്താണ് ചെയ്യുന്നത്, അവരെ സംസാരിക്കാൻ വേണ്ടിയിട്ടോ അവരുടെ എക്സ്പീരിയൻസസ് പറയാൻ വേണ്ടിയിട്ടോ അവരെ പ്രഷർ ചെയ്യുക എന്നുള്ളതല്ല. ഓക്കെ, എന്തിനാണ് നമ്മൾ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത്? ജനറൽ ആയിട്ട് നമ്മളുടെ പ്രീവിയസ് ആയിട്ടുള്ള റീസെർച്ചസും സ്റ്റഡീസും കാണിക്കുന്നത് സാധാരണഗതിയിൽ ഡിസാസ്റ്റേഴ്സോ ഇതുപോലെയുള്ള ട്രോമാറ്റിക് ആയിട്ടുള്ള ഇവന്റ്സോ കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കൂടുതലും ലോങ് ടേമിൽ റെസിലിയന്റ് ആയിട്ടും ബെറ്റർ ആയിട്ടും ഇരിക്കുന്നത് അവർ സേഫ് ആയിട്ടും മറ്റുള്ളവരോട് കണക്റ്റഡ് ആയിട്ടും കാമായിട്ടും ഹോപ്പ്ഫുൾ ആയിട്ടും ഇരിക്കുമ്പോഴും, അതുപോലെ തന്നെ അവർക്ക് സോഷ്യൽ, ഫിസിക്കൽ, ഇമോഷണൽ സപ്പോർട്ട് ഉള്ളപ്പോഴും, അതുപോലെ തന്നെ ഒരു സോർട്ട് ഓഫ് സെൻസ് ഓഫ് കൺട്രോൾ ഉള്ളപ്പോഴുമാണ് കൂടുതലും ആളുകൾ റെസിലിയന്റ് ആകുന്നതും ലോങ് ടേമിൽ ബെറ്റർ ആകുന്നതും. സോ ഇത് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ലോങ് ടേമിലത്തേക്ക് അവർക്കൊരു ഇംപ്രൂവ്മെന്റ് നമ്മൾ ഇത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഇത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നത്. ഓക്കെ, ആർക്കാണ് ഫസ്റ്റ് എയ്ഡ് വേണ്ടത്? ഭയങ്കര ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള, സീരിയസ് ആയിട്ടുള്ള ഡിസ്ട്രസ്ഫുൾ അല്ലെങ്കിൽ ഡിസാസ്റ്റർസ് ആയിട്ടുള്ള ഒരു ഇവന്റ് കഴിഞ്ഞിട്ട് ഭയങ്കര ഡിസ്ട്രസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. കുട്ടികൾക്കും പറ്റും, മുതിർന്നവർക്കും പറ്റും. പക്ഷേ നമ്മൾ ക്രൈസിസ് ഇവന്റ് എക്സ്പീരിയൻസ് ചെയ്ത എല്ലാവർക്കും PFA വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ. നമ്മൾ ആർക്കും സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ഫോഴ്സ് ഹെൽപ്പ് ചെയ്യാറില്ല. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അവൈലബിളും ആക്സസബിളും ആയിട്ടിരിക്കുക. ആൻഡ് ദെൻ ഹൂഎവർ വുഡ് ലൈക്ക് ടു ഹാവ് ദ സപ്പോർട്ട് വി വിൽ പ്രൊവൈഡ് ദം. നമ്മൾ ഒരിക്കലും അവരെ പ്രഷറൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കാൻ നമ്മൾ പ്രഷർ ചെയ്യാനോ നമ്മുടെ സപ്പോർട്ട് സീക്ക് ചെയ്യാനോ നമ്മൾ ഒരിക്കലും അവരെ ഫോഴ്സ് ചെയ്യാനായിട്ട് പാടില്ല. സോ എല്ലാ ആളുകളും ആ ക്രൈസിസ് ഇവന്റ് എക്സ്പീരിയൻസ് ചെയ്ത എല്ലാ ആളുകൾക്കും സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് വേണം എന്ന് ഇല്ല. ഇനി എപ്പോഴാണ് നമ്മൾ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത്? നമ്മൾ ഫസ്റ്റ് ടൈം ഈ ഇവന്റ് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള പീപ്പിളിനെ കാണുമ്പോൾ ആ ഫസ്റ്റ് കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ വിത്തിൻ ഫ്യൂ ഡേയ്സ് ഓർ വീക്സ് സിറ്റുവേഷൻ അനുസരിച്ചിട്ട്, ഇപ്പൊ നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റാത്തൊരു സ്പേസിലാണ് അവരെങ്കിൽ അതിനനുസരിച്ചിട്ടോ
നമ്മുടെ അവൈലബിൾ റിസോഴ്സ് അനുസരിച്ചോ ഇപ്പൊ നമ്മൾ ഒരു അതോറിറ്റിയുടെ പെർമിഷൻ ഒക്കെ കൂടിയിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടോ നമ്മൾ ഫസ്റ്റ് ആയിട്ട് അവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ വേണം നമ്മൾ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട്. ഓക്കെ, ഇനി എവിടെ വെച്ച് കൊടുക്കണം? അത് എവിടെ വെച്ച് വേണമെങ്കിലും കൊടുക്കാം, പക്ഷെ ഇറ്റ് ഷുഡ് ബി സേഫ്, ഇറ്റ് ഷുഡ് ബി പ്രൈവറ്റ് ആൻഡ് അഫക്റ്റഡ് പീപ്പിൾ അതൊരു അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നണം. അതായത് അവരെ ഒരിടത്തോട്ട് ഒരു സേഫ് സ്പേസിലേക്ക് മാറ്റി, അവരെ ഒരു ഷെൽട്ടറിലേക്ക് മാറ്റി, അല്ലെങ്കിൽ ഒരു എമർജൻസി ഹൗസിംഗിലേക്ക് മാറ്റി, ഒരു അസിസ്റ്റൻസ് സെന്ററിലേക്ക് മാറ്റി. സോ ആ ഒരു സ്പേസിൽ അവർ സേഫ് ആണ്, പ്രൈവറ്റ് ആണ് ആൻഡ് ഈ പറയുന്ന ആളുകൾക്ക് അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നുന്നു എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് വേണം നമ്മൾ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ. ഓക്കെ, കാരണം പ്രൈവസി നമ്മുടെ കോൺഫിഡൻഷ്യാലിറ്റിക്കും ആ ആളിന്റെ ഡിഗ്നിറ്റിക്കും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി ക്രൈസിസ് ഇവന്റ്, സെക്ഷൽ വയലൻസ് ഒക്കെ ആണ് എങ്കിൽ. ഇപ്പൊ നമ്മളൊരു ഡിസാസ്റ്റർ സ്പേസ് ഒക്കെ ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് കുറച്ച് ലീനിയൻസി വരുത്താം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഒരു സ്വല്പം ഇറ്റ് ഷുഡന്റ് ബി ലൈക്ക് ഇൻ ദ മിഡിൽ ഓഫ് പീപ്പിൾ, പക്ഷെ സ്റ്റിൽ നമ്മൾ അവര് ഒരുമാതിരി സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ആൻഡ് ദെൻ സംവെയർ വെയർ യു ക്യാൻ ടോക്ക് ടു ദം, ഒരു സ്വല്പം പ്രൈവറ്റ്ലി. ദാറ്റ് ഇസ് ഫെയർ ഇനഫ്. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ എന്ത്, എവിടെ, ആര്, എപ്പോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ സംസാരിച്ചത്. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് പറഞ്ഞു, എന്തിന് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്താണ്, എന്തല്ല എന്ന് പറഞ്ഞു, എന്തിനാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു, ആർക്ക്, എപ്പോ, എവിടെ വെച്ച്, എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിന് മൊത്തം 7 ഏരിയാസ് ആണുള്ളത്. 7 ഏരിയാസ്. ഓക്കെ, ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ ഇനി ഹാമിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ്, അവർക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കെയറും സപ്പോർട്ടും കൊടുക്കുക. അതായത് എവിഡന്റ് ആയിട്ടുള്ള, വളരെ എവിഡന്റ് ആയിട്ടുള്ള, ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ കെയറും സപ്പോർട്ടും കൊടുക്കുക. അവരുടെ നീഡ്സിനെയും കൺസേൺസിനെയും അസസ് ചെയ്യുക. നമ്മളായിട്ട് അവരുടെ നീഡ്സ് ഇതാണെന്നോ കൺസേൺസ് ഇതാണെന്നോ നമ്മൾ എന്താ പറയുക ഇന്റർപ്രറ്റ് ചെയ്യാതെ അവരുടെ നീഡ്സിനെയും കൺസേൺസിനെയും അവരിൽ നിന്ന് തന്നെ അറിയുക. ബേസിക് നീഡ്സ് എന്താണെങ്കിലും പ്രൊവൈഡ് ചെയ്യുക. വെള്ളം, ഫുഡ്, ഇൻഫർമേഷൻ പോലെയുള്ള കാര്യങ്ങൾ അവരെ കംഫർട്ട് ചെയ്യുക. ആൻഡ് ദെൻ കാം ഡൗൺ ചെയ്യാനായിട്ട് നോക്കുക. അവർക്ക് ഇൻഫർമേഷൻസും സർവീസസും സോഷ്യൽ സപ്പോർട്ടും കൊടുക്കാനായിട്ട് നോക്കുക. ലിസൺ ചെയ്യാം. ഈ 7 ഏരിയാസിലാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യത്തെ പോയിന്റ് ഞാൻ പറഞ്ഞ എന്തായിരുന്നു, നീഡ്സിനെ പറ്റിയിട്ടാണ് അല്ലെ. സോ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് സർവൈവേഴ്സിന്റെ നീഡ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പ്രാക്ടിക്കൽ ഹെൽപ്പ് ആയിട്ടാണെങ്കിലും, ഇമോഷണൽ സപ്പോർട്ട് ആയിട്ടാണെങ്കിലും, ലവ്ഡ് വൺസിനോട് കണക്ട് ചെയ്യുന്നതാണെങ്കിലും, ഇൻഫർമേഷൻസ് റിസീവ് ചെയ്യുന്നതാണെങ്കിലും, സർവീസസ് റിസീവ് ചെയ്യുന്നതാണെങ്കിലും, ഒരു സർവൈവേഴ്സിന്റെ നീഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹെൽപ്പേഴ്സിനും കൂടിയിട്ടാണ്. അതായത് നമുക്കും കൂടെ വേണ്ടിയിട്ടാണ്. ഒരു ഫ്രെയിം വർക്ക് ആയിട്ട് നമ്മൾ എങ്ങനെ ഹെൽപ്പ് പ്രിപ്പയർ ചെയ്യണം, നമുക്ക് നെസസറി സ്കിൽസ് വേണ്ടിയിട്ടും നമുക്കുള്ള റിസോഴ്സസിനും വേണ്ടിയിട്ടാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ഒരു തിയറിറ്റിക്കൽ ഒരു ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നീഡ്സിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടേതും ആസ് എ ഹെൽപ്പർ നമ്മുടെ നീഡ്സും, ആസ് എ സർവൈവർ അവരുടെ നീഡ്സും. ഓക്കെ, അവരുടെ നീഡ്സ് മോസ്റ്റ്ലി എന്തൊക്കെയായിരിക്കാം? പ്രാക്ടിക്കൽ തിങ്സ് ഉണ്ടായിരിക്കാം. എന്താ പറയുക, പുതപ്പുകള്, ഫുഡ്, വെള്ളം, ഷെൽട്ടർ പോലെയുള്ള കാര്യങ്ങൾ, മെഡിക്കൽ കെയറുകൾ, സേഫ് ആയിട്ട് ഇരിക്കാൻ ഒരു സ്ഥലം, പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ, എന്താ സംഭവിച്ചത്, അവരുടെ ലവ്ഡ് വൺസ് എവിടെയുണ്ട്, എന്തൊക്കെ സർവീസസ് അവർക്ക് അവൈലബിൾ ആണ് എന്ന തരത്തിലുള്ള ഇൻഫർമേഷൻസ്, ലിസൺ ചെയ്യാൻ ഒരാള്, ലവ്ഡ് വൺസിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ്, അതുപോലെ തന്നെ അവരുടെ കൾച്ചർ, റിലീജിയനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ അത്, എന്തെങ്കിലും മേജർ ഡിസിഷൻ മേക്കിങ്സോ കാര്യങ്ങളോ ഒക്കെ ആ പെർട്ടിക്കുലർ ടൈമിൽ എടുക്കാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കൺസൾട്ടേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കൂടുതലും അവർക്ക് നീഡഡ് ആയിട്ടുള്ളത്. ഇനി ആസ് ഹെൽപ്പേഴ്സ് നീഡഡ് ആയിട്ടുള്ളത്, നമുക്ക് നീഡഡ് ആയിട്ടുള്ളത് ഇവന്റിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ, ആ അഫക്റ്റഡ് ആയിട്ടുള്ള പീപ്പിളിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ, ആ ഏരിയയിലേക്ക് ഇപ്പൊ പോകുന്നത് സേഫ് ആണോ എന്നുള്ളത്, എന്തൊക്കെ സപ്പോർട്ട് അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത്, ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്, എന്ത് തരം സപ്പോർട്ടാണ് അവർക്ക് ഓൾറെഡി കിട്ടുന്നത് എന്നുള്ളത്. ഇതാണ് നമുക്ക് വേണ്ട നീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 2 രീതിയിലായിരിക്കണം നമ്മൾ നീഡ്സിനെ കാറ്റഗറൈസ് ചെയ്യാൻ എപ്പോഴും സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ പോകുമ്പോൾ. ഓക്കെ, ഇനി വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ആക്ഷൻ പ്രിൻസിപ്പിൾസ് ഉണ്ട് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിന്. അതാണ് പ്രിപ്പയർ, ലുക്ക്, ലിസൺ, ലിങ്ക്. ഇത് നമ്മൾ WHO ഒക്കെ ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ആക്ഷൻ പ്രിൻസിപ്പിൾസ് ആണ് പ്രിപ്പയർ, ലുക്ക്, ലിസൺ, ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, പ്രിപ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നുകൂടെ സംസാരിക്കാം. പിന്നെ ലുക്ക് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക, ലിസൺ ചെയ്യുക, ആൻഡ് ദെൻ അവർക്ക് വേണ്ട സപ്പോർട്ട് സിസ്റ്റവുമായിട്ട് ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം അതിനെ പറ്റിയിട്ട്. പ്രിപ്പയർ എന്ന് പറയുന്നത് നമ്മൾ ക്രൈസിസ് സൈറ്റിൽ എൻ്റർ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്.
ഓക്കെ, എന്ത് പറ്റി, എവിടെയാണ്, എപ്പോഴാണ്, എത്ര പേര് അഫക്റ്റഡ് ആയിട്ടുണ്ട്, എന്തൊക്കെ ബേസിക് നീഡ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആർക്കൊക്കെയാണ് ഈ സർവീസസ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, ആരൊക്കെയാണ് ഈ ഹെൽപ്പ് ചെയ്യുന്നത്, ഇപ്പോഴും ഈ ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുകയാണോ, അതോ സേഫ് അല്ലാത്ത ഒരു ഇതാണോ, ഇൻസെക്യൂർ ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ, നമ്മുടെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലുക്ക്, ഒബ്സർവ് ഫോർ സേഫ്റ്റി. ആദ്യമേ നമ്മൾ എന്തൊക്കെ ഡേഞ്ചേഴ്സ് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് നമ്മളെ തന്നെയോ മറ്റുള്ളവരെയോ ഹാം ചെയ്യാതെ അവിടെ നിൽക്കാനായിട്ട് പറ്റുമോ. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുവാണ് ഇല്ല ഇതിപ്പം സേഫ് അല്ല എന്ന് തോന്നുവാണെങ്കിൽ ഡു നോട്ട് ഗോ. ഓക്കെ, ഒരു സേഫ് ഡിസ്റ്റൻസിൽ നിന്ന് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, പിന്നെ ഒബ്സർവ് ഫോർ പീപ്പിൾ വിത്ത് ഒബ്വിയസ് അർജന്റ് ബേസിക് നീഡ്സ്. ഏറ്റവും അർജന്റ് ആയിട്ടും ബേസിക് ആയിട്ടുമുള്ള നീഡ്സ് ആവശ്യമുള്ളവരെ കണ്ടുപിടിക്കുക. ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇഞ്ചുറി ഉള്ള ആരെങ്കിലും ഉണ്ടോ, ആർക്കെങ്കിലും റെസ്ക്യൂ നീഡഡ് ആണോ, ഫുഡോ വെള്ളമോ അങ്ങനത്തെ കാര്യങ്ങൾ നീഡഡ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അർജന്റ് ആയിട്ടുള്ള നീഡ്സ് ഉണ്ടോ എന്നുള്ളത് ഇത് ചെയ്യാം. പക്ഷെ യു ഓൾവേസ് ബി ഇൻ യുവർ ഓൺ റോൾ. അതായത് ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ റോൾ അനുവദിക്കുന്നില്ല എങ്കിൽ, ഫോർ എക്സാമ്പിൾ റെസ്ക്യൂ, നമ്മുടെ റോളിൽ അന്നേരം ഒരു പക്ഷേ വി മൈറ്റ് നോട്ട് ബി പ്രിപ്പയർഡ് ഫോർ ദിസ്, അല്ലെങ്കിൽ വി മൈറ്റ് നോട്ട് ബി ലൈക്ക് ട്രെയിൻഡ് ഫോർ ദിസ് എന്നുണ്ടെങ്കിൽ ട്രൈ ടു ഒബ്റ്റെയിൻ ഹെൽപ്പ് ഫോർ പീപ്പിൾ ഹു നീഡ് സ്പെഷ്യൽ അസിസ്റ്റൻസ്. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നോക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി പീപ്പിൾ വിത്ത് സീരിയസ് ഡിസ്ട്രസ് ഉണ്ടെങ്കിൽ എത്ര പേരാണ്, അവരെവിടെയാണ്, എക്സ്ട്രീംലി അപ്സെറ്റ് ആയിട്ടോ ഇമ്മൊബൈൽ ആയിട്ടോ ഷോക്കിലോ ഒക്കെയുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാനും അതിനു വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്സ് എടുക്കാനുമായിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ടാണ്, അങ്ങനെയുള്ളവരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ലിസൺ വരുന്നത്. ഓക്കെ, അവരുമായിട്ട് ആദ്യമായിട്ട് കോണ്ടാക്ട് ഉണ്ടാക്കുക, വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുക. നമ്മളുടെ പേരും നമ്മൾ എവിടെ നിന്നാണ് വരുന്നത്, ഏത് ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടാണ് വരുന്നതെന്നും നമ്മൾ പറയുക. നമ്മൾ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യട്ടെ എന്നുള്ളത് ആദ്യമേ അവരോട് ചോദിക്കുക, അവരുടെ പെർമിഷൻ ചോദിക്കുക. ആൻഡ് ദെൻ ഒരു സേഫ് ക്വയറ്റ് പ്ലേസിൽ നമ്മൾ അവരെ ഇരുത്തുക. ആൻഡ് ദെൻ അവരെ കംഫർട്ടബിൾ ഫീൽ ചെയ്യിപ്പിക്കുക ആൻഡ് ട്രൈ ടു കീപ് ദം സേഫ്. ഓക്കെ, അതിനുശേഷം നമ്മൾ അവരോട് നീഡ്സും കൺസേൺസും ചോദിക്കുക. ഒബ്വിയസ്ലി ചില നീഡ്സ് നമുക്ക് ഭയങ്കര ഒബ്വിയസ് ആയിരിക്കും, പക്ഷെ എന്നാലും നമ്മൾ ചോദിച്ചിരിക്കണം. അവരുടെ പ്രയോറിറ്റീസ്, അവർക്ക് എന്താണോ ഏറ്റവും ഇമ്പോർട്ടന്റ് അത് അറിയാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ആൻഡ് അവരോട് ക്ലോസ് ആയിട്ടിരിക്കുക. ഒരുപാട് അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രഷർ ചെയ്യാനായിട്ട് പാടില്ല. അവർ സംസാരിക്കുകയാണെങ്കിൽ ലിസൺ ചെയ്യുക. ഭയങ്കര ഡിസ്ട്രസ്ഡ് ആണ്, ഒന്നും സംസാരിക്കാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ അവരെ കാം ഡൗൺ ആയിട്ട് ഇരുത്തുക. ആൻഡ് ദെൻ മേക്ക് ഷുവർ ദാറ്റ് ദേ ആർ നോട്ട് എലോൺ. ഓക്കെ, ഈ സ്റ്റെപ്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, ക്വയറ്റ് പ്ലേസ് ആയിരിക്കണം, ഔട്ട്സൈഡ് ഡിസ്ട്രാക്ഷൻസ് കുറവായിരിക്കണം എന്നുള്ളത്. അവരുടെ അടുക്കലോട്ട് നിയർ ബൈ ആയിട്ട് തന്നെ ഇരിക്കുക, പക്ഷെ ഒരു അപ്രോപ്രിയേറ്റ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, ഏജും ജെൻഡറും കൾച്ചറും ഒക്കെ വെച്ചിട്ട്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഒബ്വിയസ്ലി യൂസ് യുവർ നോൺ വെർബൽ സ്കിൽസ് ലൈക്ക് നോഡിങ് യുവർ ഹെഡ് ആൻഡ് ടെലിംഗ് ദറ്റ്, മേക്കിംഗ് ഷുവർ ദറ്റ് യു ആർ ലിസ്ണിംഗ്. ഭയങ്കര പേഷ്യന്റും കാമുമായിട്ടിരിക്കുക. പ്രൊവൈഡ് ഫാക്ച്വൽ ഇൻഫർമേഷൻ ഇഫ് യു ഹാവ് ഇറ്റ്. നമുക്ക് ഫാക്ച്വൽ ഇൻഫർമേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ കൊടുക്കുക. അഥവാ അവര് ചോദിച്ചു ആൻഡ് ദെൻ നമുക്ക് അറിയത്തില്ല ഒരു കാര്യം എന്നുണ്ടെങ്കിൽ ടെൽ ദാറ്റ് നമുക്ക് അറിയത്തില്ല, ആൻഡ് ദെൻ പക്ഷെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് പറയാനായിട്ട് ശ്രമിക്കാം എന്നുള്ളത് പറയാം. ആൻഡ് ഇൻഫർമേഷൻസ് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ട് പറയാം, അവർക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് പറയാം. അക്നോളജ്, അവരുടെ ഫീലിങ്ങിനെ അക്നോളജ് ചെയ്യുക, അവരുടെ ലോസസിനെ അക്നോളജ് ചെയ്യുക. ഓക്കെ, tell them that you are feeling sorry to them. അവരുടെ പ്രൈവസിയെ റെസ്പെക്ട് ചെയ്യുക, കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അറ്റ് ദ സെയിം പോയിന്റ് ഓഫ് ടൈം, ഇഫ് പോസിബിൾ, ഇഫ് the situation permits, അവരുടെ സ്ട്രെങ്തിനെ അക്നോളജ് ചെയ്യുക. അവരെ തന്നെ ഹെൽപ്പ് ചെയ്തതിനും അവർ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അപ്രീഷിയേറ്റും അക്നോളജും ചെയ്യുക എന്നുള്ളതാണ് മേജർ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ലിസൺ ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടാത്ത കുറച്ച് കാര്യങ്ങൾ, വളരെ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും അവരുടെ കാര്യങ്ങൾ പറയാനായിട്ട് നമ്മൾ അവരെ പ്രഷർ ചെയ്യരുത് എന്നുള്ളതാണ്. The reason why I am telling this so much is that ലാസ്റ്റ് കുറേ ദിവസമായിട്ട് ഞാൻ മീഡിയയിൽ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈസ് ടു പ്രഷർ someone to tell their story എന്നുള്ളതാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം. ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ദാറ്റ് ദി പീപ്പിൾ ആർ അവൈലബിൾ. ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് നല്ലതാണ്. അവർ പറയാൻ തുടങ്ങുകയാണെങ്കിൽ അത് ലിസൺ ചെയ്യാൻ ആളുണ്ട് എന്നുള്ളത് നല്ലതാണ്. പക്ഷെ അവരെ അത് പറയാൻ വേണ്ടിയിട്ട് പ്രഷറൈസ് ചെയ്യുന്നത് ഒരിക്കലും നല്ലതായിട്ടുള്ള കാര്യമല്ല.
അവരവരുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരിക്കലും അവരെ ധൃതി വെപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനെ ഇന്ററപ്റ്റ് ചെയ്യുകയോ ചെയ്യരുത്. ആ സമയത്ത് ഒരിക്കലും നമ്മളുടെ ഒപ്പീനിയൻസ് നോ നെവർ. ഓക്കെ, അപ്രോപ്രിയേറ്റ് അല്ല എങ്കിൽ ഒരിക്കലും ആളിനെ ടച്ച് ചെയ്യരുത്. ഓക്കെ, അതുപോലെ തന്നെ അവർ ചെയ്തതിനെ അല്ലെങ്കിൽ അവർ ഫീൽ ചെയ്തതിനെ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്. അങ്ങനെ ചെയ്യരുതായിരുന്നു, അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതായേനെ, അല്ലെങ്കിൽ ഓ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും സംസാരിക്കരുത്. നമുക്കറിയാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് ഒരിക്കലും നമ്മൾ ബ്രിങ്ങപ്പ് ചെയ്യരുത്. ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള ടേംസ് ഉപയോഗിക്കരുത്. മറ്റൊരാൾ ഇങ്ങനെ ആയിരുന്നു, അവർക്ക് ഇത് പറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും വേറൊരാളുടെ സ്റ്റോറി ഇവിടെ വന്ന് പറയരുത്. നമ്മളുടെ തന്നെ പ്രശ്നങ്ങളോ നമ്മൾ ഇവിടെ വരാൻ, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോ ലാൻഡ് സ്ലൈഡ് നടന്നിടത്ത് പോയി നമ്മൾ ഒരു ഇത് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ നമ്മളുടേതായിട്ടുള്ള കുറെ ഡിഫിക്കൽട്ടീസ് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ചെല്ലുന്നത്. ഒബ്വിയസ്ലി അവിടെ എത്തിപ്പെടുക എന്ന് പറയുന്നതും കുറച്ച് ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്, ഇവിടെയോ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. സോ അങ്ങനെ നമ്മളുടെ ട്രബിളുകൾ നമ്മൾ ഒരിക്കലും അവരോട് പറയരുത്. ഒരിക്കലും ഫോൾസ് ആയിട്ടുള്ള പ്രോമിസസോ ഫോൾസ് റിയേഷൻസോ എല്ലാം ശരിയാവും, ഇതെല്ലാം തിരിച്ചു വരും, അല്ലെങ്കിൽ നമുക്ക് നോക്കാം അവരെ കിട്ടും, ഈ രീതിയിൽ നമുക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യങ്ങളും നമ്മൾ അവരോട് പ്രോമിസ് ചെയ്യുവോ റിയഷർ ചെയ്യുവോ ചെയ്യരുത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ അവരുടെ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാനാണ് പോകുന്നത് എന്നുള്ള തരത്തിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പാടില്ല. ഓക്കെ, ആൻഡ് നമ്മൾ അവിടെ ചെന്നിട്ട് അവരുടെ ഉള്ള സ്ട്രെങ്ത്തും കൂടെ ഒരിക്കലും എടുത്തരുത്. ബൈ യുനോ അവരെ ഒരുപാട് ലൈക്ക് എംപത്തൈസിങ് ഈസ് ഫൈൻ, സിമ്പത്തൈസ് ചെയ്തിട്ട് അവരുടെ സ്ട്രെങ്തിനെ എടുത്ത് കളയുവോ അല്ലെങ്കിൽ അവർക്ക് ബാക്കിയുള്ളവരെ നോക്കാൻ കേപ്പബിലിറ്റി ഇല്ല എന്നുള്ള രീതിയിൽ ആ ഒരു സെൻസ് ഓഫ് ഇത് അവരിൽ ഉണ്ടാക്കുവോ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ഇതാണ് നമ്മൾ ലിസൺ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു ലിങ്ക് ചെയ്യുക എന്നുള്ളത്. ലിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബേസിക് നീഡ്സ്, സർവീസസ്, അവരുടെ പ്രോബ്ലംസിനെ കോപ്പ് ചെയ്യാനുള്ള എബിലിറ്റി, ഇൻഫർമേഷൻസ്, ലവ്ഡ് വൺ, സോഷ്യൽ സപ്പോർട്ട്, ഇത്രയും കാര്യങ്ങളുമായിട്ട് അവരെ ലിങ്ക് ചെയ്യാനുള്ള ഒരു പാലമായിട്ട് നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ബേസിക് നീഡ്സുമായിട്ട് ലിങ്ക് ചെയ്യുക. അവർ റിക്വസ്റ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ കാണും, അതെന്തൊക്കെയാണ്, ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള സർവീസസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നോക്കുക. ആൻഡ് ദെൻ നമ്മൾ ചെയ്യും, നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ പറയുക അവരോട്, നമ്മളിത് ചെയ്യും, നമ്മൾ പ്രൊവൈഡ് ചെയ്യും എന്ന് പറയാം. ആൻഡ് ദെൻ ഫോളോ അപ്പ്. ഓക്കെ, ഇനി അവരെ കോപ്പി ചെയ്യാൻ പഠിപ്പിക്കുന്നതും ഈ ഒരു ലിങ്ക് തന്നെയാണ്. ഓക്കെ, അവർ ഭയങ്കരമായിട്ട് ഓവർവെൽഡ് ആയിട്ട് ഇരിക്കുമായിരിക്കും, പല കാര്യങ്ങൾ ചെയ്യണമായിരിക്കും, പക്ഷെ അവർക്ക് അറിയത്തില്ല എന്ത്, എവിടുന്ന്, എങ്ങനെ തുടങ്ങണം എന്നുള്ളത്. സോ അവരുടെ നീഡ്സിനെ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. അവർക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള സപ്പോർട്ട്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. പ്രാക്ടിക്കൽ സജഷൻസ് സജസ്റ്റ് ചെയ്യുക. ഫുഡില്ല, വെള്ളമില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇന്ന സ്ഥലത്ത് ഇന്ന ഇതിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ക്ലോത്ത് ഇല്ല, ഇന്ന സ്ഥലത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആ രീതിയിലുള്ള പ്രാക്ടിക്കൽ സജഷൻസ് കൊടുക്കുക. ഹെൽത്തും റിമെമ്പർ, ഇതിനു മുന്നേ ഇങ്ങനത്തെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതി അന്നേരം അവരെങ്ങനെയാണ് കോപ്പ് ചെയ്തത് എന്നുള്ളത് അവരെ കൊണ്ട് ഓർത്തെടുപ്പിക്കുക. അങ്ങനെ ദേ ക്യാൻ കോപ്പ് വിത്ത് ദ പ്രോബ്ലം. പോസിറ്റീവ് കോപ്പിംഗ് സ്ട്രാറ്റജീസ്, കൾച്ചറൽ ആയിട്ട് ഉള്ള കോപ്പിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. റെസ്റ്റ് എടുക്കുക, റെഗുലർ ആയിട്ട് ഫുഡും വാട്ടറും എടുക്കുക, അവൈലബിൾ ആയിട്ടുള്ള ഫാമിലിയോടും ഫ്രണ്ട്സിനോടും ടൈം സ്പെൻഡ് ചെയ്യുക, അവരോട് സംസാരിക്കുക, ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരോട് അവരുടെ പ്രോബ്ലംസ് ഇത് ചെയ്യുക, റിലാക്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, ആൽക്കഹോൾ, ഡ്രഗ്, കഫീൻ, നിക്കോട്ടിൻ പോലെയുള്ള കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യുക, പേഴ്സണൽ ഹൈജീൻ നോക്കുക, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യേണ്ട സേഫ് വേസ് നോക്കുക. ഇതുപോലെയുള്ള കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കോപ്പിംഗ് സ്ട്രാറ്റജീസും അവരെ പഠിപ്പിച്ചു കൊടുക്കുക. ആൻഡ് ദെൻ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഹെൽപ്പ് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായിരിക്കണം, നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം. ആൻഡ് എന്നിട്ട് മാത്രമേ അവർക്ക് ഇൻഫർമേഷൻസ് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അവർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള സർവീസസ് എവിടെയാണ്, എങ്ങനെ ആക്സസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് പറയാം. എഗെയിൻ, നിങ്ങൾക്ക് അറിയാവുന്നത് മാത്രം പറയാം, നമുക്കറിയാവുന്നത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ആൻഡ് ദെൻ ഇൻഫർമേഷൻസ് മേക്കപ്പ് ചെയ്ത് അവിടെ കാണുമായിരിക്കും, ഇവിടെ കാണുമായിരിക്കും, ആ തരത്തിലുള്ള ഇത് പറയാൻ പാടില്ല. വളരെ സിമ്പിൾ ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ 1-2 തവണ റിപ്പീറ്റ് ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയത് എവിടെ നിന്നാണെന്നോ അതിന്റെ സോഴ്സും റിലയബിലിറ്റിയും ഇത് ചെയ്യുക. ആൻഡ് ദെൻ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ടെൽ ദം ദാറ്റ് വിൽ ഗെറ്റ് ബാക്ക് ഇൻ എ വൈൽ ആൻഡ് വിൽ അപ്ഡേറ്റ് ദം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അവർക്ക് സോഷ്യൽ സപ്പോർട്ടുമായിട്ട് അവരെ ലിങ്ക് ചെയ്യുക എന്നുള്ളത്. സോഷ്യൽ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ റിക്കവറിക്ക്. സോ അവരുടെ ഫാമിലി എവിടെയെങ്കിലും ഉണ്ട്, ചിൽഡ്രൻ എവിടെയെങ്കിലും ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യാം. അവരുടെ ഫ്രണ്ട്സിനെ ഒക്കെ കോൺടാക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിലോ, റിലീജിയസ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിലോ അത് ഇത് ചെയ്യുക. ഒരു ഗ്രൂപ്പിനെ ടുഗദർ ആയിട്ട് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ അതും വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ വളറബിൾ പീപ്പിൾ ആണ്, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പീപ്പിൾ ആണെന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെ ആക്സസ് ചെയ്യണം സർവീസസ് എന്നുള്ളതും അവർക്ക് പറഞ്ഞു കൊടുക്കാം.
ഓക്കെ, ഇതാണ് ജനറൽ ആയിട്ട് നമ്മളുടെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിന്റെ എന്തെന്ന് പറയുന്നത് ആക്ഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. ആൻഡ് ലുക്ക് ഫോർ സേഫ്റ്റി ആൻഡ് ഓൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, നമ്മുടെ ലിസൺ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലിങ്ക് വരുന്നത്. ഇതാണ് നമ്മുടെ ആക്ഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വൺസ് അഗെയിൻ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴും ഓൾവേസ് ഫോളോ ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഡു നോ ഹാം. ഓക്കെ, നമ്മൾ ബാക്കിയുള്ളവരുടെയോ നമ്മളുടെയോ ജീവൻ ഒരിക്കലും ഇതിനു വേണ്ടിയിട്ട് റിസ്കിലേക്ക് ആക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പീപ്പിളിനെ സേഫ് ആയിട്ട് നിർത്തുക, അവരുടെ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഹാമിൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും സെയിം ഗോസ് വിത്ത് അസ്, അതും ഇമ്പോർട്ടന്റ് ആണ്. മറ്റുള്ളവരെ നമ്മൾ റെസ്പെക്ടോടും അവരുടെ കൾച്ചറൽ ആൻഡ് സോഷ്യൽ നോംസിനനുസരിച്ചും, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ കിടക്കുന്ന ആൾക്കാരുടെ പോലെ ആയിരിക്കത്തില്ല വേറൊരു സ്ഥലത്ത് നമ്മൾ പോയി ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവരുടെ കൾച്ചർ എന്ന് പറയുന്നത്. സോ അതിനെ എപ്പോഴും നമ്മൾ മനസ്സിൽ വെച്ചിട്ട് അവരുടെ ഇതിനെ നന്നായിട്ട് ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്തിട്ട് മാത്രം നമ്മൾ പെരുമാറാനായിട്ട് നോക്കുക. ആൻഡ് റൈറ്റ്സ്, make sure that there is no discrimination that is happening and fair ആയിട്ടുള്ള സർവീസസ് ആക്സസിബിലിറ്റി ആണുള്ളത് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമ്മുടെ മുമ്പിൽ കാണുന്ന ആള് അത് ആരാണെങ്കിലും അവരുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിൽ മാത്രം ആക്ട് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇതിനൊക്കെ പോകുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡ്രസ്സ്. ഡു ഐ നീഡ് ടു ഡ്രസ് എ സർട്ടൺ വേ ടു ബി റെസ്പെക്ട്ഫുൾ? അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കൾച്ചർ അനുസരിച്ചിട്ടാണ്. ഐ നോ ദ ഡ്രസ് ഡസൻ മാറ്റർ, ലാംഗ്വേജ് ഡസൻ മാറ്റർ, ജെൻഡർ ഡസൻ മാറ്റർ, ഏജ് ഡസൻ മാറ്റർ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ at a particular point of time ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ all of these things matter to some extent because നമ്മൾ വേറൊരു കൾച്ചറിലായിരിക്കും ചെല്ലുന്നത്. ആൻഡ് മോർ ദാൻ ഹെൽപ്പിംഗ് വി മൈറ്റ് ബി പ്രൊവൈഡിങ് ലൈക്ക് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഹെൽപ്പിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ കൾച്ചറിനനുസരിച്ചിട്ട് നമ്മുടെ ഡ്രസ്സ് റെസ്പെക്ട്ഫുൾ ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുക. ഈ സാധാരണഗതിയിൽ അവരുടെ കൾച്ചറിൽ എങ്ങനെയാണ് ആൾക്കാരെ ഗ്രീറ്റ് ചെയ്യുന്നത്, അവർ ഏത് ലാംഗ്വേജിലാണ് കൂടുതലും സ്പീക്ക് ചെയ്യുന്നത്, വിമൻ കൂടുതലും വിമൻ ഹെൽപ്പേഴ്സ് അപ്രോച്ച് ചെയ്യുന്നതായിരിക്കുമോ നല്ലത്, നമ്മൾ ആരെയായിരിക്കണം കാണേണ്ടത്. ഓക്കെ, സാധാരണഗതിയിൽ നമ്മൾ പോകുന്ന കൾച്ചറിൽ ആളുകളെ ടച്ച് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഇതെന്താണ്, ഈസ് ഇറ്റ് ഓക്കെ നമ്മൾ ഒരാളിന്റെ കയ്യെ പിടിച്ചിട്ട് സംസാരിച്ചു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയതായിട്ട് ഷോൾഡറിൽ പാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ആണോ? നമ്മൾ എൽഡർലി ആയിട്ടുള്ള പീപ്പിളിനോട് സംസാരിക്കുമ്പോൾ ചിൽഡ്രൻ, വുമൻ പോലെയുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോഴും നമ്മൾ നമ്മുടെ ബിഹേവിയറിനെ പറ്റിയിട്ട് കീപ്പ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതുപോലെ തന്നെ അവരുടെ ബിലീഫ്സും റിലീജിയനും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ പ്രിഡോമിനന്റ് ആയിട്ടുള്ള ബിലീഫ്സും പ്രാക്ടീസസും എന്തൊക്കെയാണ്, ആൻഡ് ദെൻ ആ കൺസിഡറേഷനും കൂടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ഡെഫിനറ്റ്ലി വി നീഡ് ടു ആസ്ക് ആൻഡ് കൺസിഡർ. ഓക്കെ, ഇതൊക്കെ നടക്കുമ്പോൾ നമ്മൾ ലുക്ക് ചെയ്തു, ലിസൺ ചെയ്തു, നമ്മൾ ലിങ്ക് ചെയ്തു, ഇതൊക്കെ നടക്കുമ്പോഴും ആസ് പ്രൊഫഷണൽസ് നമ്മൾ വളരെയധികം ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് റെഫറൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് എപ്പോൾ നമ്മൾ ഒരു റെഫറൽ കൊടുക്കണം എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളിന്റെ കേപ്പബിലിറ്റിക്കും ബിയോണ്ട് ആയിട്ട് അവരുടെ കേപ്പബിലിറ്റി, അവരുടെ ട്രെയിനിങ്, അവരുടെ പേർപ്പസ്, ഇതിനൊക്കെ ബിയോണ്ട് ആയിട്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി മേക്ക് എ റെഫറൽ. ഓക്കെ, ആ പേഴ്സണുമായിട്ട് ശരിക്കും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മേക്ക് എ റെഫറൽ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ടെലി ഇത് വന്നു, ഇപ്പൊ രാത്രിയിൽ എനിക്കൊരു കോൾ വന്നു ടെലി ഇത്, ആൻഡ് ഐ എം നോട്ട് ഏബിൾ ടു ഹെൽപ്പ് ദം to the core, and then ആ സമയം maybe I would like to give a referral who can immediately access them. അല്ലെ? അതുപോലെ തന്നെ ആള് സൂയിസൈഡ് പോലെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഹിന്റ് ചെയ്യുകയോ അതിനെ പറ്റിയിട്ട് സംസാരിക്കുകയോ ചെയ്യുവാണെങ്കിൽ, സോഷ്യലി ഐസൊലേറ്റഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇമാജിനറി ഐഡിയാസ് അല്ലെങ്കിൽ പെർസിക്യൂട്ടറി ഐഡിയാസ് പോലെയുള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ചൈൽഡ് അബ്യൂസ് പോലെയുള്ള കാര്യങ്ങളോ ട്രാഫിക്കിങ്ങോ ക്രിമിനൽ ആക്ടിവിറ്റീസോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഫിസിക്കൽ വയലൻസിന്റെ സിംറ്റംസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൽക്കഹോൾ ഡ്രഗ് അബ്യൂസോ ഡിപ്പെൻഡൻസിയോ ഉണ്ടെങ്കിൽ, റിസ്കി ബിഹേവിയറിൽ ആള് എൻഗേജ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആള് റെസ്റ്റ്ലെസ് ആണ്, ഡിസോറിയന്റഡ് ആണ്, നൈറ്റ് മെയർസ് ഉണ്ട്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ റെഫറൽ കൊടുത്തിരിക്കണം. ഓക്കെ, ഇത് അതിന്റെ ഒരു റെഫറൽ ഇതാണ്. ഇത് ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിന്റെ ഒരു ഗൈഡ് ലൈനിൽ നിന്ന് ഉള്ള ഒരു ചെക്ക് ലിസ്റ്റ് ആണ്. ഓക്കെ, റെഫറൽ ചെക്ക് ലിസ്റ്റ് ആണ്. സോ നമ്മൾ ഇങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും നമ്മുടെ സർവൈവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ബിഹേവിയറലി ആണെങ്കിൽ ഡിസോറിയന്റഡ് ആണോ, എക്സസീവ് ഡ്രഗ് ആൽക്കഹോൾ യൂസ് ഉണ്ടോ, ഐസൊലേഷൻ ഉണ്ടോ, ഹൈ റിസ്ക് ബിഹേവിയർ ഉണ്ടോ, റിഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ടോ, സെപ്പറേഷൻ, ആൻസൈറ്റി, വയലൻസ് ബിഹേവിയർ, മാലഡാപ്റ്റീവ് ആയിട്ടുള്ള കോപ്പിംഗ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത്.
ഇമോഷണൽ ആണെങ്കിൽ ചെറിയ സ്ട്രെസ് റിയാക്ഷൻ ആണോ, ചെറിയ ഗ്രീഫ് റിയാക്ഷൻസേ ഉള്ളോ, സാഡ്നെസ്, ടിയർഫുൾനെസ്, ഇറിറ്റബിലിറ്റി, ആങ്കർ, ആൻസൈറ്റി, ഫിയർഫുൾനെസ്, ഒരു ഹോപ്പ്ലെസ്നെസ്, ഗിൽറ്റ്, ഷെയിം, ഇമോഷണൽ നംനെസ് പോലെയുള്ള കാര്യങ്ങളുണ്ടോ, ഹെഡ് ഏക്ക്, സ്റ്റൊമക് ഏക്ക്, സ്ലീപ്പ് ഡിഫിക്കൽട്ടി, ഫറ്റീഗ്, ഭയങ്കര അജിറ്റേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. കോഗ്നിറ്റീവ് ആണെങ്കിൽ തീരെ അക്സെപ്റ്റൻസ് ഇല്ല റിഗാർഡിംഗ് ഡെത്ത് ഓഫ് ലൗഡ് വൺസ്, നൈറ്റ് മേഴ്സ്, ഇൻട്രൂസീവ് ആയിട്ടുള്ള തോട്ട്സോ ഇമേജസോ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഓർക്കാൻ പറ്റുന്നില്ല, ഡിസിഷൻ മേക്കിംഗ് പറ്റുന്നില്ല, ഡെത്തിനെ പറ്റിയിട്ടും ഡിസ്ട്രക്ഷനെ പറ്റിയിട്ടുമുള്ള പ്രിയോക്കുപ്പേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഈ ഇപ്പൊ പറയുന്ന ഈ മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് പ്രീവിയസ് ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ട്രോമയോ സൈക്കോളജിക്കൽ പ്രോബ്ലംസോ ഉണ്ടോ, ഓൾറെഡി ഇഞ്ചുവേർഡ് ആണോ, ലൈഫ് ലൂസ് ചെയ്യാനുള്ള റിസ്ക് ഉണ്ടോ, ലൗഡ് വൺ മിസ്സിങ്ങോ ഡെഡോ ആണോ, ഫിനാൻഷ്യൽ കൺസേൺസ് ഉണ്ടോ, ഹോമിൽ നിന്ന് ഡിസ്പ്ലേസ്ഡ് ആണോ, ലിവിങ് അറേഞ്ച്മെന്റ് ഇപ്പൊ എങ്ങനെയാണ്, ജോബ് ലൂസ് ചെയ്യുവോ, സ്കൂള് ലൂസ് ചെയ്യുവോ ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ ഓൾറെഡി ഫിസിക്കലോ ഇമോഷണൽ ആയിട്ടുള്ള ഡിസബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ, ചൈൽഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള അഡോളസെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ, ഇങ്ങനത്തെ കൺസേൺസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഈ നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസിന്റെ ബേസിസിലാണ് നമ്മൾ റെഫറൽ വേണോ വേണ്ടയോ എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ റെഫറൽ സിസ്റ്റംസ് ചെയ്യുന്നത്. ഈ താഴെ പറഞ്ഞിരിക്കുന്ന റെഫറൽ സിസ്റ്റം നോക്കണ്ട, ഇത് നമ്മുടെ അല്ല, ഇത് വേറൊരു കൺട്രിയുടെയാണ്. ഇതൊരു റെഫറൻസ് ആയിട്ട് ഞാൻ എടുത്ത് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, ശ്രദ്ധിക്കണം എന്നുള്ളത്. ഓക്കെ. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റെഫറൻസ് ഗവൺമെന്റിൽ നിന്നും അതുപോലെ തന്നെ അല്ലാതെ തന്നെ പ്രൊഫഷണൽ ഗ്രൂപ്പ്സിൽ നിന്നും ഒക്കെ വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള അപ്രോപ്രിയേറ്റ് റെഫറൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. ഇനി ഇപ്പൊ നടന്നിരിക്കുന്ന പോലത്തെ ഒരു ലാൻഡ് സ്ലൈഡോ അതുപോലെ തന്നെ ബൾക്കി ആയിട്ടുള്ള ഒരു പ്രോബ്ലംസോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷൻ കൊടുക്കാൻ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. നമുക്ക് ഹ്യൂമൻ റിസോഴ്സസ് ചിലപ്പം തികഞ്ഞു എന്ന് വരത്തില്ല. ആ സമയത്ത് നമുക്ക് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ഗ്രൂപ്പുകളായിട്ട് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ. ഒരേ സമയം പല ആളുകളെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിങ് ഗ്രൂപ്പ്. അപ്പം ആ ഹോൾ മെമ്പേഴ്സിന്റെ സ്ട്രെങ്തിനെയും നമുക്ക് റിസോഴ്സസിനെയും പൂൾ ചെയ്യാനായിട്ട് പറ്റും. അവര് കണക്റ്റഡ് ആയിട്ടിരിക്കാനും പിയർ സപ്പോർട്ടിനും നമുക്ക് പറ്റും. ഓക്കെ. ആൻഡ് നമ്മുടെ കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പിൾസ് ഒക്കെ അതേ സെയിം തന്നെയാണ്. നമ്മൾ പ്രിപ്പയർ ചെയ്യുക, ലുക്ക്, ലിസൺ ആൻഡ് ലിങ്ക്, ഇത് തന്നെയാണ് നമ്മുടെ ആക്ഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിന്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആൻഡ് നമ്മൾ നമ്മുടെ എയ്ഡിന്റെ അസിസ്റ്റൻസ് നിർത്തുമ്പോഴത്തേനും എന്താ പറയാ, നമ്മൾ പോവുകയാണെന്നുള്ളത് ഇൻഫോം ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പോവുകയാണ് ആൻഡ് സ്റ്റിൽ ഇഫ് ദേ ഹാവ് പ്രോബ്ലം, നമ്മൾ അവരുടെ ആവശ്യങ്ങളെ ഇത് ചെയ്യാനുള്ള വേറെ ഒരാളെ നമ്മൾ ലിങ്ക് ചെയ്തിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സർവീസസിനെ ലിങ്ക് ചെയ്തിട്ട് കൊടുക്കുക, കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മൾ എന്ത് എക്സ്പീരിയൻസ് ചെയ്താലും അവരെ ഒരു ഗുഡ് വേയിൽ തന്നെ അവരുടെ ഗുഡ് ബൈ പറഞ്ഞിട്ട് വിഷ് ദം വെൽ. അങ്ങനെയാണ് നമ്മൾ എൻഡ് ചെയ്യേണ്ടത് എപ്പോഴും. ഓക്കെ. ആൻഡ് അഗെയിൻ ഡൂസ് ആൻഡ് ഡോൺസ് നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണ്, എന്നാലും ജസ്റ്റ് ഒന്നുകൂടെ ഇത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പ്രൈവസി, കോൺഫിഡൻഷ്യാലിറ്റി, ഇമോഷണൽ സപ്പോർട്ട്, പ്രാക്ടിക്കൽ സപ്പോർട്ട്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബിഹേവിയർ, ആക്റ്റീവ് ലിസണിങ്, നമ്മുടെ തന്നെ ബയസസും പ്രിജുഡൈസസും മാറ്റി വെക്കുക, അവരുടെ റൈറ്റിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക, ഓണസ്റ്റ് ആയിട്ടിരിക്കുക, ട്രസ്റ്റ് വർത്തി ആയിട്ടിരിക്കുക, ബേസിക് നീഡ്സ് ഹെൽപ്പ് ചെയ്യാൻ ആക്സസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അവെയർ ആയിരിക്കണം, റെഫറൽ കൊടുക്കുക. ഓക്കെ. എന്താ പറയാ, റെസ്പെക്ട്ഫുൾ മാനറിൽ എൻഡ് ചെയ്യുക. കോൺഫിഡൻഷ്യാലിറ്റി തെറ്റിക്കാൻ പാടില്ല, ഒത്തിരി ഡീപ്പായിട്ട് പ്രോബ് ചെയ്യാൻ പാടില്ല, ഡിസ്റെസ്പെക്ട്ഫുൾ ആവാൻ പാടില്ല. നമ്മൾ പലയിടത്തും ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുമ്പോഴത്തേക്കും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവരോട് കൂടുതലും ഒരു സോർട്ട് ഓഫ് അഡ്വൈസ് പോലെയുള്ള കാര്യങ്ങളോ ഒന്നും സജഷൻസോ ഒന്നും വെക്കാതിരിക്കുക, ഫോൾസ് പ്രോമിസസ് കൊടുക്കാതിരിക്കുക, മണി പോലെയുള്ള ഫേവേഴ്സ് ഇത് ചെയ്യാതിരിക്കുക. നമ്മുടെ തന്നെ സ്കിൽസിനെ നമ്മൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. വി നീഡ് ടു ബി വെരി ക്ലിയർ അബൌട്ട് നമ്മുടെ ലിമിറ്റ് എവിടെയാണ്, നമ്മുടെ ബൗണ്ടറി എവിടെയാണ്, എത്രത്തോളം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് തന്നെ വളരെയധികം ബോധം ഉണ്ടായിരിക്കണം. ആൾക്ക് സപ്പോർട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് സിക്കാൻ ഒരിക്കലും അവരെ പ്രസ് ചെയ്യാനായിട്ട് പാടില്ല. അബ്രപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ പെട്ടെന്ന് കാണാതെ പോകരുത്. അതായത് ഒരു ഇതും ഇല്ലാതെ ഒന്നും പറയാതെ നമ്മൾ ഹെൽപ്പ് എൻഡ് ചെയ്തിട്ട് ഒരു ഇൻഫർമേഷനും കൊടുക്കാതെ നമ്മൾ അബ്രപ്റ്റ് ആയിട്ട് കോൺവെർസേഷൻ ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. ഇതാണ് ഡൂസ് ആൻഡ് ഡോൺസിലുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്താണ്, ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ തീർന്നിരിക്കണം. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണം കോൺഫിഡൻഷ്യാലിറ്റി, അവരുടെ സേഫ്റ്റി, കംഫർട്ട്, അവരെ ഇമോഷണലി സ്റ്റെബിലൈസ് ചെയ്യുക, ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുക, അവരുടെ നീഡ്സിനെയും കൺസേൺസിനെയും പറ്റിയിട്ട് പ്രാക്ടിക്കൽ അസിസ്റ്റൻസ് ഓഫർ ചെയ്യുക, നമ്മൾ സോഷ്യൽ സപ്പോർട്ടുമായിട്ട് കണക്ട് ചെയ്യുക, കോപ്പിംഗ് സ്കിൽസ് പറഞ്ഞു കൊടുക്കുക, കൊളാബറേറ്റീവ് സർവീസസിനോട് നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ. സെയിം സാധനമാണ് ഇതും
സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിന്റെ കോമ്പണൻസ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല കൂടുതലും. ഓക്കെ, കോണ്ടാക്ട് എൻഗേജ്മെന്റും അവരുടെ സേഫ്റ്റി, കംഫർട്ട്, അവരുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി, അവരെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ്, ആ ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രാക്ടിക്കൽ അസിസ്റ്റൻസ്, സോഷ്യൽ സപ്പോർട്ടിന്റെ കണക്ഷൻ, കോപ്പിംഗ് സ്കിൽസ് ആൻഡ് കൊളാബറേറ്റീവ് സർവീസസിലോട്ട് അവരെ ലിങ്ക് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിൽ നടക്കുക. ആൻഡ് വൺ മേജർ തിങ് ഇസ് സെൽഫ് കെയർ. ഓക്കെ, നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് യു ആസ്ക് യുവർ സെൽഫ്, ആർ യു റെഡി ടു ഹെൽപ്പ്, ആർ യു ഇൻ എ പൊസിഷൻ ടു ഹെൽപ്പ് എന്നുള്ളത്. ഡ്യൂറിങ് ദ ടൈം യു ആസ്ക് യുവർ സെൽഫ്, ഞാൻ എങ്ങനെ ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഹെൽത്തി ആകാനായിട്ട് പറ്റും, എനിക്ക് എങ്ങനെ എന്റെ കൊളീഗ്സിനെയും അവർക്ക് എങ്ങനെ എന്നെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ആഫ്റ്റർ ടേക്ക് റെസ്റ്റ്, യു റിക്കവർ ആൻഡ് യു റിഫ്ലക്ട് ബൈ യുവർ സെൽഫ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് കെയറും ടീം കെയറും സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദിസ് വാസ് മൈ പ്രസന്റേഷൻ. നമ്മൾ ഡിസ്കഷൻ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഐ വുഡ് ലൈക്ക് ടു ഗോ ത്രൂ ദ പോസ്റ്റ് അസസ്മെന്റ്. ഓക്കെ, ഇത്രയും കേട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രീ അസസ്മെന്റിൽ ചെയ്ത അതേ കാര്യങ്ങൾ അഗെയിൻ പോണത്. ഓക്കെ, ഇതിന്റെ ഇടയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? സംതിങ്. ഞാൻ നോൺ സ്റ്റോപ്പ് ആയിട്ട് പോവായിരുന്നു, പക്ഷേ സോ ഷാൽ വി മൂവ് ഫോർവേഡ്? ഞാൻ ഷെയർ ചെയ്യട്ടെ അസസ്മെന്റ്. ഓക്കെ, മൂവിങ് ഫോർവേഡ്, വിൽ ടേക്ക് 2-3-4 minutes. സെയിം ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ ആൻസേഴ്സ് എന്താണെന്നുള്ളത്. Most affected people develop mental disorder. Most affected people need specialized mental health services. Most affected people recover from distress on their own using their own supports and resources. Okay, this is about the people. And which of the following can be helpful for people who have experienced very distressing events? First one എന്തായിരുന്നു? ട്രോമാറ്റിക് എക്സ്പീരിയൻസസിനെ പറ്റിയിട്ട് അവരെ കൊണ്ട് റീകൗണ്ട് ചെയ്യിപ്പിക്കുക. അടുത്തത് എന്തായിരുന്നു? നമ്മള് അർജന്റ് ആയിട്ട് ആക്ട് ചെയ്യേണ്ടതാണെങ്കിൽ പോലും ക്രൈസിസ് ഇവന്റ് സേഫ് ആണോ എന്ന് നോക്കിയതിനു ശേഷം ടൈം എടുത്ത് മാത്രം നമ്മൾ അപ്രോച്ച് ചെയ്യാം. നെക്സ്റ്റ്, മറ്റുള്ളവരുടെ സ്റ്റോറി അവരോട് പറയാം. സോ ദാറ്റ് അവർ റിലേറ്റബിൾ ആയിട്ട് തോന്നാൻ, അവർ തന്നെയല്ല എന്ന് തോന്നാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ സ്റ്റോറി നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്ന ആളിനോട് പറയാം. എന്ത് തരം റീഅഷ്വറൻസും കൊടുത്ത് അവരെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കാം. നമുക്കറിയാവുന്നതും ഷുവറും ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക. നമുക്കറിയാത്ത ഇൻഫർമേഷൻസ് മേക്കപ്പ് ചെയ്ത് പറയാതിരിക്കുക. നമ്മൾ അവരുടെ ആക്ഷൻസിനെയോ ബിഹേവിയറിനോ ജഡ്ജ് ചെയ്യുക. സോ ദാറ്റ് അവർ വീണ്ടും ആ മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട്. സിറ്റുവേഷനെ പറ്റിയിട്ടും അവൈലബിൾ ആയിട്ടുള്ള സർവീസസിനെ പറ്റിയിട്ടും നമ്മൾ കൂടുതൽ അറിഞ്ഞിരിക്കുക. സോ ദാറ്റ് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അവരോട് പറഞ്ഞു കൊടുക്കുക അവരെങ്ങനെ ഫീൽ ചെയ്യണം എന്നുള്ളത്. അവരുടെ കൺസേൺസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാമെങ്കിലും ആസ്ക് ദം അവരുടെ കൺസേൺസ് എന്താണെന്നുള്ളത്. കുഞ്ഞുങ്ങളെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കെയർ ഗീവേഴ്സിന്റെ അടുക്കലേക്ക് അയക്കാം. ഓക്കെ, ആൻഡ് ദ ഫൈനൽ 2, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നവരെ മാത്രം ഫോക്കസ് ചെയ്യുക. നമ്മുടെ നീഡ്സ് ക്രൈസിസ് തീരുന്നിടം വരെ നമ്മൾ മറന്നു കളഞ്ഞേക്കാം. നമ്മൾ റെഗുലർ ബ്രേക്ക് എടുത്തും നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരാളിനോട് നമ്മളുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തും നമ്മൾ പ്രാക്ടീസ് സെൽഫ് കെയർ. Okay. So I think that's it from my side. I'll stop sharing. Okay, thank you, ma'am. So next Q&A ആണ്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ബിഫോർ ദാറ്റ് വി ആർ റിയലി സോറി, നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ളൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായത്. നിങ്ങളൊക്കെ മെൻഡെക്സിന്റെ മറ്റു പ്രോഗ്രാം ഒക്കെ നേരത്തെ അറ്റൻഡ് ചെയ്ത ആളുകളായിരിക്കാം. ഫസ്റ്റ് ടൈം സ്ക്രീൻ ഒന്നുകൂടെ ഒന്ന് കാണിക്കുക. ലാസ്റ്റ് തോട്ട്സ്. ഓക്കെ, സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, എന്നിട്ട് Q&Aയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പം ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് നമ്പർ ഓഫ് പാർട്ടിസിപ്പേഷൻ കൂടിയതാണ് പ്രോബ്ലം ആയത്. ഗൂഗിൾ മീറ്റിന് മാനേജ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ വന്നു. സോ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതാണ്. നെക്സ്റ്റ് ടൈം നമുക്ക് അതിന്റെ ഒരു ഓൾട്ടർനേറ്റീവും കൂടെ
ലൈക്ക് അറേഞ്ച് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള സെഷൻ ചെയ്യാന്ന് വിചാരിക്കുന്നു. യൂഷ്വലി ഒരു 1200 രജിസ്ട്രേഷൻ, അതിൽ ഏകദേശം ഒരു 600-700 പാർട്ടിസിപ്പേഷൻ ആ ഒരു റേഷ്യോയിലാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ ഒരു പ്രോഗ്രാമിന് മാത്രം നമുക്ക് മോർ ദാൻ 2000 രജിസ്ട്രേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഈ ഒരു പ്ലാറ്റ്ഫോമും തമ്മിൽ സിങ്ക് ആവാത്തൊരു ഇഷ്യൂ ആയിരുന്നു. റിയലി സോറി ഫോർ ദാറ്റ്. നിങ്ങൾക്ക് സെഷൻ ഹെൽപ്ഫുൾ ആയിരുന്നു, ദാറ്റ് മീൻസ് എഫക്റ്റീവ് ആയിരുന്നോ? ക്യാൻ സമ്മൺ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് പറയാമോ? മൈക്ക് ഓൺ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഒന്നും കൂടെ ഹെൽപ്ഫുൾ ആയി. അതിനുശേഷം നമുക്ക് Q&A-ലോട്ട് കിടക്കാം. ഹലോ സാർ, വളരെ ഫ്രൂട്ട്ഫുൾ ആയിരുന്നു ഈ സിറ്റുവേഷനും നിങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സമയവും. വളരെ ഈ ഒരു നമ്മുടെ വയനാട്ടിലെ ഇതെല്ലാം നടക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ക്ലാസ് കിട്ടിയതില് വളരെ സന്തോഷമുണ്ട്. അത് എന്താണ് ചെയ്യേണ്ടതെന്നും അതിനെക്കുറിച്ച് നല്ലൊരു ധാരണ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ മാഡത്തിന് കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഒരാളും കൂടെ പറയാമോ? ഹെൽപ്ഫുൾ ആയിരുന്നു. ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. പക്ഷെങ്കിൽ പിന്നെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളത് കൊണ്ടും പിന്നെ ടൈം താമസം കൊണ്ടും മാഡത്തിന് നമ്മൾ സ്പീഡാക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ PPT ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് റെഫർ ചെയ്യാമായിരുന്നു. PPT ഷെയർ ചെയ്യുന്നതിന് എനിക്ക് കുഴപ്പമില്ല. ബെറ്റർ എന്ന് പറയുന്നത് ഞാൻ റെഫർ ചെയ്ത റിസോഴ്സസ് ആണ്. WHO തന്നെ ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ 2-3 കൺട്രീസിന്റെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിന്റെ ഗൈഡ് ലൈൻസും ആണ്. അതായിരിക്കും കുറച്ചും കൂടെ ഹെൽപ്ഫുൾ. PPT വേണമെങ്കിലും ഷെയർ ചെയ്യാം, പക്ഷേ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ഗൈഡ് ലൈൻസ് ആണ്. അത് വേണമെങ്കിലും എനിക്ക് ഷെയർ ചെയ്യാം. വാട്ട് എവർ ഈസ് ഹെൽപ്ഫുൾ ഫോർ യു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ PPT ആയാലും ഗുണമുണ്ടാവണം. എന്തോ PPT ആയാലാണ് ഷെയർ ചെയ്താലാണ് നമുക്ക് ഗുണമുണ്ടാവും. ഓക്കെ, ഒരാളും കൂടെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്കും കൂടെ കിട്ടുവാണെങ്കിൽ നമുക്ക് Q&A-ലോട്ട് പോവാം. ഹലോ, ഓഡിബിൾ ആണോ? ഓഡിബിൾ. വളരെ റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു ചൂസ് ചെയ്തത്. കുറഞ്ഞ സമയം ഉണ്ടായിരുന്നുള്ളൂ. അതിൽ വളരെ നല്ല രീതിയിൽ തന്നെ മാം രശ്മ മാം അവതരിപ്പിച്ചു. അതിനെല്ലാ നന്ദിയും മാമിനോട് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കൂടുതൽ റെഫർ ചെയ്താൽ നമുക്ക് കൂടുതൽ ഇതിനെ പറ്റി പഠിക്കാൻ പറ്റും. ഏതായാലും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അവസാനം നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഒരു ജനറൽ ഫീഡ്ബാക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്താണെങ്കിലും ഇത്രയും അധികം ആളുകൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് താല്പര്യപ്പെടുന്നു, അല്ലെങ്കിൽ ഈ ഒരു റെലവെന്റ് ആയിട്ടുള്ള ടൈമിൽ തന്നെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അല്ലെ. അതെന്തായാലും വളരെയധികം സന്തോഷം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് 1 by 1 ആയിട്ട് മൈക്ക് ഓൺ ചെയ്തിട്ട് ചോദിക്കാം. ദയവായിട്ട് എല്ലാവരും മൈക്ക് ഓൺ ചെയ്തിട്ട് ചോദിക്കുക. ചാറ്റ് ബോക്സ് ഫോളോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരാളൊരു സെക്കൻഡ്, ഒരാൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം ബാക്കിയുള്ളവർക്ക് കൂടെ അവസരം കൊടുക്കുക. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാണ്ടിരിക്കുക. അതിനുശേഷം 1-2 ആളുകൾ ചോദിച്ചതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, എല്ലാവരുടെയും സമയം നമ്മൾ ഈക്വലി കൺസിഡർ ചെയ്യേണ്ടത് കൊണ്ടാണ്. ഓക്കെ, യെസ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ടോപ്പിക്കുമായി റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കുക. ബിക്കോസ് ബാക്കിയുള്ളവർക്ക് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി സമയം നഷ്ടപ്പെടുത്താൻ താല്പര്യം ഉണ്ടാവില്ല. ഓക്കെ, യെസ് പ്ലീസ് സ്റ്റാർട്ട് ചെയ്തോളൂ. ഹലോ മാം, പറഞ്ഞു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു മാം. എനിക്കൊരു ചെറിയ ഡൗട്ട് ചോദിക്കാനുള്ളത്, നമ്മൾ ആക്ച്വലി സ്റ്റോറീസ് മറ്റുള്ളവരുടെ സ്റ്റോറീസ് നമ്മൾ കേൾക്കുമ്പം അത് ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതൊരു ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. അതെ, ഓക്കെ, ഞാനത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു മാം. ഓക്കെ, താങ്ക് യു. ഓക്കെ മാം, പറ്റുമെങ്കിൽ PPT ഒന്ന് ഷെയർ ചെയ്യണേ. എന്നുവെച്ചാൽ നമുക്കൊരു ചെറിയ ഷോർട്ട് റെഫറൻസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു മാം. Jasmine question I'll just take up. Jasmine question ചോദിച്ചിട്ടുണ്ട്. I'll just take up. Anisha, ഒരു മിനിറ്റ്. Jasmine have asked debriefing psychological first aid തമ്മിലുള്ള ഡിഫറൻസ് വളരെ എവിഡന്റ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡീബ്രീഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഈ എക്സ്പീരിയൻസസ് ഒക്കെ റീകൗണ്ട് ചെയ്യിപ്പിച്ച് അതിന്റെ ടൈം അവരെങ്ങനെ അത് പെർസീവ് ചെയ്യുന്നു, അവരുടെ ഇമോഷൻസ് എന്തായിരുന്നു, ഫീലിംഗ്സ് എന്തായിരുന്നു, തോട്ട്സ് എന്തായിരുന്നു എന്ന് റീകൗണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ഡീബ്രീഫിംഗ് എന്ന് പറയുന്നത്. അത് വളരെ ഒരു പ്രൊഫഷണൽ സെറ്റപ്പിൽ കുറച്ചും കൂടെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിൽ നമ്മൾ ഡീബ്രീഫ് ചെയ്യിപ്പിക്കാറില്ല. ബിക്കോസ് ദാറ്റ് ക്യാൻ ബി ലൈക്ക് മോർ ട്രോമാറ്റിക് ഫോർ ദം.
കുറെ കൂടെ അവർക്ക് ഭയങ്കര ഡിസ്ട്രസ്ഫുൾ ആയിരിക്കും. ഒരു പക്ഷെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്ന ഒരാള് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ട്രെയിൻഡ് ആയിരിക്കണം എന്നില്ല. ഓക്കെ ജാസ്മിൻ, ഈസ് ദാറ്റ് ക്ലിയർ? ഞാൻ പെട്ടെന്ന് പറയാണ്, ടൈമിന്റെ പോസിറ്റീവ് ഉണ്ട്. ജാസ്മിന് ക്ലിയർ ആണോ? I hope that is clear for Jasmine. Okay. Aishwarya was asking something. Aishwarya അല്ലായിരുന്നു. ഹലോ, അനീഷ. Yes. അനീഷ. ഇത്തരം ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായ ഒരു സ്ഥലത്ത് ഒരു ഓൺലൈൻ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു ടോൾ ഫ്രീ നമ്പർ നമ്മൾ കൊടുക്കുകയാണ് അപ്രോച്ച് ചെയ്യാനായിട്ട്. ആക്ച്വലി അവർ സെൽഫ് ഇനിഷ്യേറ്റീവ് ഇത് ചെയ്യും. അതുകൊണ്ട് എന്തെങ്കിലും വർത്ത് ഉണ്ടോ? ആക്ച്വലി നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ചെയ്യാറുണ്ട്. ബിക്കോസ് ഞാൻ ഇപ്പൊ IACPയുടെ ഭാഗത്തുനിന്ന്, ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ടെലി കൺസൾട്ടേഷനുള്ള നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഐ ഡു ഗെറ്റ് കോൾസ് കിട്ടാറുണ്ട്. ഒരു ടെക്നിക്കൽ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നെറ്റ്വർക്കും കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കത്തില്ല, അവർക്ക് ഫോൺ ഉണ്ടായി എന്ന് വരത്തില്ല. അതൊരു പ്രാക്ടിക്കൽ ലിമിറ്റേഷൻ ആണ് എന്നുള്ളതാണ്. അതർവൈസ് ദർ ആർ പീപ്പിൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനീഷ്യേറ്റീവ് ഇത് ചെയ്ത് അറിഞ്ഞിട്ട് എടുക്കുന്നവരുണ്ട്. പക്ഷെ ഭയങ്കര നമ്പായിട്ടുള്ളവരോ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഒരു ഡിസ്ട്രസ്സിലൂടെ കടന്നു പോകുന്നവരോ ഒരു പക്ഷെ അതിന് വേണ്ടിയിട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള കേസസിൽ ഡെഫിനറ്റ്ലി ഓൺസൈറ്റ് ആയിട്ടുള്ള, എന്തുകൊണ്ടും ഓൺസൈറ്റ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് ആണ് ബെറ്റർ. പിന്നെ ഈ പറയുന്നത് പോലെ നമ്മുടെ നാവിഗേഷനും ഇത്രയും പേര് അവിടെ എത്തിക്കുക, ഹ്യൂമൻ റിസോഴ്സസിന്റെ പ്രശ്നം, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഓൺസൈറ്റ് പ്ലസ് ഒരു അഡീഷണൽ സപ്പോർട്ടായിട്ട് ഓൺലൈൻ നമ്മൾ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ. ദാറ്റ്സ് ഇറ്റ്. ഓക്കേ, താങ്ക് യു. മാഡം ഒരു ക്വസ്റ്റ്യൻ. യെസ്. ഹലോ, കേൾക്കാമോ മാഡം? കേൾക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ പെടുന്നവർക്ക്, ഇത്തരം ട്രോമാറ്റിക് സിറ്റുവേഷൻസിൽ പെടുന്നവർക്ക് നമ്മൾ കൊടുക്കേണ്ട സോഷ്യൽ സപ്പോർട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ അവരെ നമ്മൾ കൂടുതൽ ട്രോമയിലേക്ക് നയിക്കരുതെന്ന് മാഡം പറഞ്ഞിരുന്നു. ഞാൻ വേറൊരു കാര്യം, ഇപ്പൊ നമ്മുടെ രാജ്യത്ത് കാണുന്ന മീഡിയ പേഴ്സൺസിന്റെ സാന്നിധ്യവും അവരുടെ പെരുമാറ്റവും ഇതിന് നേരെ വിരുദ്ധമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും WHO ഗൈഡ് ലൈൻസോ നമ്മുടെ രാജ്യത്ത് നിയമങ്ങളോ ഉണ്ടോ? ഗൈഡ് ലൈൻസോ നിയമങ്ങളോ അറ്റ്ലീസ്റ്റ് എന്റെ അറിവിലില്ല. പക്ഷെ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞിരുന്നല്ലോ, വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മീഡിയയുടെ സൈഡിൽ നിന്ന് വരും. ചില സമയങ്ങളിൽ ടു സം എക്സ്റ്റെന്റ് ഹെൽപ്ഫുൾ ആണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിന്റെ ഒരു മിനി വേർഷൻ അൺഇൻറ്റൻഷനലി ആണെങ്കിൽ പോലും അവിടെ നടക്കുന്നുണ്ട്. ബിക്കോസ് ദേ ആർ പ്രൊവൈഡിങ് ദ സർവീസസ്, കോണ്ടാക്ട്സ് അല്ലെ, ലിസണിങ് ഇയേഴ്സ് എല്ലാം ഉണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ഈ പറയുന്ന ബൗണ്ടറീസ് നമ്മൾ ക്രോസ് ചെയ്ത് പോകാറുണ്ട് റിപ്പോർട്ടേഴ്സ്. വെൻ ദേ ആർ ലൈക്ക് കൂടുതലും അവരോട് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുക, അവർക്ക് പറയാൻ ആഗ്രഹം ഇല്ലെങ്കിൽ പോലും ചോദ്യങ്ങൾ ചോദിക്കുക പോലെയുള്ള കാര്യങ്ങൾ വഴിയിട്ട് ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്യാറുണ്ട്. പക്ഷെ അറ്റ്ലീസ്റ്റ് എന്റെ അറിവില്ലായ്മയാണോ എന്ന് അറിയത്തില്ല. പക്ഷെ എന്റെ അറിവിൽ ഗൈഡ് ലൈൻസോ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാണ് എന്റെ അറിവ്. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഒരാൾ വന്നിട്ട് നമ്മളെടുത്ത് പറയാണ് എൻ്റെ എല്ലാവരും പോയി, എനിക്കിനി ആരുമില്ല, അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വളരെ സാധാരണ എന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടത്തിൽ കരഞ്ഞ അലറി വിളിച്ചൊരു പറയുന്ന ഒരാളെടുത്ത്, ഇപ്പോൾ ഒരു ബോയാന്ന് വിചാരിക്കുക, നമുക്ക് ഹഗ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അയാളുടെ അടുത്ത് ഞാൻ എന്താ ആദ്യം പറയണ്ടേ? വെച്ചാൽ നമുക്കൊന്നും പറയാനുള്ളൊരു സ്പേസ് അവിടെ ഇല്ല. അപ്പൊ നമുക്ക് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു ഹോപ്പ് കൊടുക്കാനും ഇല്ല. കാരണം എല്ലാവരും പോയി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല, നിങ്ങളുടെ കൂടെ ഇത്രയും പേരെങ്കിലും ഉണ്ടല്ലോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അത് അയാളെ വീണ്ടും ഹേർട്ട് ചെയ്യും. സോ ഞാൻ ആ സിറ്റുവേഷനിൽ എന്തായിരിക്കും പറയേണ്ടത്? സംടൈംസ് ജസ്റ്റ് ബീയിങ് ദെയർ ഹെൽപ്സ്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി ജസ്റ്റ് ബീയിങ് ദെയർ, ആ ഒരു ഫിസിക്കൽ പ്രോക്സിമിറ്റി ഉണ്ടല്ലോ. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മുടെ കൾച്ചറിൽ പ്രത്യേകിച്ചും മേ ബി എ ഹഗ് ക്യാൻ ഡെഫിനറ്റ്ലി ഹെൽപ്പ്. ആ സമയത്ത് ഒരു ഹഗ് ക്യാൻ മാജിക് വണ്ടേഴ്സ്. പക്ഷെ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മുടെ കൾച്ചറൽ ഇതിലേക്ക് വരുമ്പോഴത്തേനും അതൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഇതായിരിക്കത്തില്ല. മേ ബി ജസ്റ്റ് ഒരു ഹാൻഡ് ടച്ച് ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മേ ബി ദാറ്റ് യു ക്യാൻ ഡു. ജസ്റ്റ് ബീയിങ് ദെയർ, listening to them, telling them that you are understanding how they are feeling. You can ask them how we can help them. Maybe ഇത്രയും കാര്യങ്ങൾ can help. Immediate ആയിട്ട് I would actually say that do nothing, just be there. അതായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു ഡൗട്ട് കൂടി. ഇൻഫാക്ട് മേ ബി നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മളും കരഞ്ഞു. സോ ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ അവര് നമ്മൾ കരയുന്നത് എക്സ്പെക്ട് ചെയ്യേയില്ല. അപ്പോൾ ചിലർ ചോദിക്കാറില്ലേ, സൈക്കോളജിസ്റ്റ് നിങ്ങൾ ഇത്ര വലിയ ആൾക്കാരല്ലേ, നിങ്ങൾ കരയോ?
നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിരുന്നാലും നിങ്ങളല്ലേ മനക്കെട്ടി കാണിക്കണ്ടേന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കരയുന്നത് തെറ്റാണോ? മനുഷ്യത്വം മറന്നിട്ടുള്ള ഒരു മനക്കെട്ടി ആർക്കും ഇല്ല. സൈക്കോളജിസ്റ്റ് ആയാലും കൊള്ളാം, ആരായാലും കൊള്ളാം. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. It's okay to cry. Sometimes that happens. That really happens. ചില തെറപ്പി സെഷൻസിലൊക്കെ I really get teary eyed. I know that sometimes that shouldn't happen. I just make sure that I'm better prepared next time. അത്രേ ഉള്ളൂ. That's it. Thank you, ma'am. ഹലോ മാം. Yes, സജീഷ്. മാം, എൻ്റെ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ ഒരു സെനാരിയോ വെക്കുക, ഇപ്പം നമ്മുടെ ഇന്ത്യ പോലത്തെ രാജ്യത്ത് ഈ അത്രയും ഒരു പ്രിപ്പയർഡോ പ്ലാൻഡോ ആയിട്ടുള്ള ടീമൊന്നും അല്ലായിരിക്കും നമ്മൾ. ഇപ്പൊ ഇവിടുത്തെ സെനാരിയോ എടുത്താൽ തന്നെ അവിടെ ഇപ്പൊ നമ്മളെ പോലത്തെ ഒരു ടീമിന് ആക്സസിബിലിറ്റി ഭയങ്കര കുറവാണ്. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് എയ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇനിഷ്യലി എത്ര അവേഴ്സ് വരെ നമുക്ക് ഈ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള കൺസെപ്റ്റ് കൊടുക്കാൻ പറ്റും പേഷ്യന്റ്, മീൻ ഈ ആൾക്കാർക്ക് അവിടെ? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആർമിക്കോ അങ്ങനെയുള്ള ഫയർഫോഴ്സുകാർക്ക് മാത്രമേ ആക്സസ് ഉള്ളൂ. മീഡിയ പേഴ്സൺസ് നമുക്കൊന്നും കൂടി ചെല്ലാൻ പോലും പറ്റത്തില്ല. ഇനിഷ്യലി നമുക്ക് എത്ര ദിവസം വരെയാണ് ഈ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള കൺസെപ്റ്റ് പോകുന്നത്? നമ്മളും അവരുമായിട്ട് ഫസ്റ്റ് കോണ്ടാക്ട് വരുന്നത് എപ്പോഴാണോ അപ്പം വരെ. അതാണ് ഫസ്റ്റ് എയ്ഡിന്റെ കണക്ക്. ഓക്കെ, ഇവരിപ്പം സെറ്റിൽ ഡൗൺ ആയതിനു ശേഷമാണ് ഇപ്പൊ നമ്മൾ അവിടെ ചെല്ലുന്നതെങ്കിൽ ഈവൻ ആ ഫസ്റ്റ് കോണ്ടാക്ട് തൊട്ട് നമുക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം അല്ലേ? ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം, നോ വരീസ്. ആൻഡ് ഇഫ് യു ഫീൽ ലൈക്ക് അപ്പോഴത്തേനും ഒരു പക്ഷെ അവർ ഓൾറെഡി എത്രയും പെട്ടെന്നാണെങ്കിലും അത്രയും നല്ലത് എന്നുള്ളതാണ് ഫസ്റ്റ് എയ്ഡിന്റെ കോൺസെപ്റ്റ്. പക്ഷെ ഇപ്പൊ നമുക്ക് ആക്സസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ദർ ഈസ് നോ അതർ വേ ഔട്ട്. അപ്പൊ നമുക്ക് എപ്പോഴാണോ അവരെ ഫസ്റ്റ് കോണ്ടാക്ടിൽ കിട്ടുന്നത് അപ്പോൾ. അറ്റ് ദ സെയിം ടൈം മാം, ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഇനിഷ്യൽ അവേഴ്സിൽ എന്തായാലും എല്ലാവരും വറീഡ് ആയിരിക്കും. ഇവർ ഈ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം വറീഡ് ആയിരിക്കും. അപ്പൊ ഇവരെല്ലാവരും സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസ് കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ടോ? അതോ ലേറ്റ് ഓൺ ബാക്കി സെറ്റിൽ ഡൗൺ ചെയ്യുന്ന സമയത്ത് സെറ്റിൽ ആവാത്ത ആൾക്കാരെ മാത്രം കൺസിഡർ ചെയ്താൽ മതിയോ? ഫസ്റ്റ് എയ്ഡിന് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. നമ്മൾ ചെല്ലുകയാണ് ആൻഡ് ദെൻ ഹൂവർ റിക്വയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ്. ഒരുപാട് പേരുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഇഫ് യു ആർ മീറ്റിംഗ് ദം ഇൻ ലൈക്ക് ഒരു ഷെൽട്ടർ ഹോം പോലത്തെ ഇതിലോ അസിസ്റ്റൻസ് കെയറിലോ ഒക്കെ ആണെങ്കിൽ മേ ബി വി ക്യാൻ കൺസിഡർ ഗ്രൂപ്പ് PFA അന്നേരം. അതിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന കുറച്ച് പേര് കാണുമല്ലോ, അവർക്ക് സ്പെഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതിൽ നീഡായിട്ടുള്ള ആൾക്കാർ വേണമെങ്കിൽ റെഫറൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നീടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ? ഗുഡ് ഈവനിങ്, എൻ്റെ പേര് മാത്യു എന്നാണ്. ഞാനിപ്പോ ഇന്ന് അവിടുത്തെ വോളണ്ടിയേഴ്സിന്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ മനസ്സിലായതാണ്. ഇപ്പൊ അവിടുത്തെ വോളണ്ടിയേഴ്സ് പോലും നമ്മൾ അവിടുത്തെ ഉള്ള വിക്ടിംസിന്റെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. വോളണ്ടിയേഴ്സ് പോലും പല സ്ഥലങ്ങളിൽ നിന്ന ആൾക്കാര് രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഉറക്കത്തില് ആ അവസ്ഥ കണ്ട് ഞെട്ടി ഉണരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഈ വോളണ്ടിയേഴ്സിനും ഇതേപോലത്തെ രക്ഷാപ്രവർത്തകർക്കും കൂടി ഇതേപോലെ ഒരു ഫസ്റ്റ് എയ്ഡിന്റെ ആവശ്യം ഉണ്ടാവും. ഇത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ട്വൈസ് ഓർ ത്രൈസ് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡറി ട്രോമ സ്ട്രെസ് റിയാക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞിരുന്നു PFA എന്ന് പറയുന്നത് പ്രൈമറി സ്ട്രെസ് റിയാക്ഷൻ ഉള്ളവർക്ക് മാത്രമല്ല, സെക്കൻഡറി ട്രോമ സ്ട്രെസ് റിയാക്ഷൻ ഉള്ള റെസ്ക്യൂ വർക്കേഴ്സിനും സൈക്കാട്രിസ്റ്റുകൾക്കും സൈക്കോളജിസ്റ്റുകൾക്കും സോഷ്യൽ വർക്കേഴ്സിനും മീഡിയ റിപ്പോർട്ടേഴ്സിനും എല്ലാവർക്കും സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ആവശ്യകരമാണെന്ന് പറഞ്ഞിരുന്നു. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് ഞാൻ സെൽഫ് കെയറിന്റെ കാര്യം വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ദാറ്റ് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ഓൾസോ ആൻഡ് ദെൻ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആരോടെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുകയും അങ്ങനെ നമ്മുടെ തന്നെ സൈക്കോളജിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യണം എന്നുള്ളത് വളരെ എവിഡന്റ് ആയിട്ട് പറഞ്ഞിരുന്നു. റൈറ്റ്? So that's there. That's definitely there. Your point is very valid. Ma'am, one more doubt. Secondary traumatic stress തന്നെ അവർക്ക് തന്നെയാണോ ഈ വിക്കേരിയസ് ട്രോമ എന്ന് പറയുന്നത് വരുന്നത്? വിക്കാരിയസ് ട്രോമ അതാണ്. Okay, ma'am. Thank you. Yes. ഓക്കെ, വേറെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സ്പീഡപ്പ് ആക്കും. ഫാത്തിമ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, ശരിക്കും കേൾക്കുന്നില്ല. ക്ലിയർ ആവുന്നില്ല കേട്ടോ. ഈ നമ്മളിപ്പം ഈ സിറ്റുവേഷന് അഡൽട്സിന് മാത്രമല്ല, അത് കുട്ടികൾക്ക് കൂടി ഐ തിങ്ക് ശരിയാവും തോന്നുന്നു. ബാക്കിയുള്ളവർക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് എളുപ്പമാക്കും. ഹലോ മാം.
മാം ഹൗ അബൌട്ട് യെസ്. ഹാൻഡ്ലിങ് ഇൻ ചിൽഡ്രൻ? നമ്മൾ പിള്ളേരായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ആ പ്രസന്റ് ടൈമിലുള്ള ട്രോമ സ്ട്രെസ് എങ്ങനെ നമ്മൾ മനസ്സിലാക്കും, ആൻഡ് നമ്മൾ എങ്ങനെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു പറയാമോ? ഓൾറെഡി അവരുടെ ട്രോമ റെസ്പോൺസ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ എം നോട്ട് ഗോയിങ് അഗെയിൻ. അത് വലിയ 2-3 സ്ലൈഡ് എടുത്തിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഹാൻഡിൽ ചെയ്യുന്നത് PFAയുടെ സെയിം ആയിട്ടുള്ള സ്റ്റെപ്സ് തന്നെയാണ്. പ്രിൻസിപ്പിൾസ് റിമെയിൻ സെയിം. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് നമ്മുടെ ലെവൽ ഇച്ചിരി ഇതാക്കണം എന്നുള്ളതേ ഉള്ളൂ. മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ യൂഷ്വലി അഡൽട്ട്സും ചിൽഡ്രനും തമ്മിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അതേ വ്യത്യാസം, എക്സാക്ട് സെയിം തിങ്. അവരോട് കുറച്ച് ലെവൽ താക്കി അവരുടെ ലെവലിൽ നമ്മൾ സംസാരിക്കുക, അവരെ അവരുടെ സപ്പോർട്ടീവ് കെയർ ഗീവേഴ്സിന്റെ അടുക്കൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് ദെൻ മേക്ക് ഷുവർ ദാറ്റ് യു ആർ അവൈലബിൾ ഫോർ ദം, യു മേക്ക് them comfortable. യൂഷ്വലി നമ്മൾ എങ്ങനെയാണോ കുട്ടികളോട് പെരുമാറുന്നത് എക്സാക്ട് സെയിം വേ, നത്തിങ് സ്പെസിഫിക് ആയിട്ടൊന്നുമില്ല. പക്ഷേ ഇഫ് യു ആർ നോട്ടീസിങ് ദ ട്രോമാറ്റിക് ആയിട്ടുള്ള റെസ്പോൺസസ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു 2-3 സ്ലൈഡ്സിലുള്ള ട്രോമാറ്റിക് റെസ്പോൺസ് റിയാക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് റെഫറൽ ആൻഡ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അസിസ്റ്റൻസ്. ഓക്കെ, താങ്ക് യു. Ma'am, Hello, is can it I audible? ask a question? യെസ് ഫെബിൻ. എൻ്റെ പേര് സെബിൻ എന്നാണ്. ഞാൻ പാലക്കാട് നിന്നാണ്. ഞാനിവിടെ പാലക്കാട് ജില്ല കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ആണ്. വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. എന്തായാലും നമുക്ക് വയനാട് അല്ലെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തും ഇതേപോലെ ട്രോമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതേപോലത്തെ സാഹചര്യത്തിലുള്ള പല ആളുകളുണ്ട്. അവരെ നമുക്ക് കെയർ ചെയ്യാൻ കഴിയുന്ന ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ക്ലാസ്സാണ് നിലവിൽ ഇവിടെ തന്നിട്ടുള്ളത്. വളരെ അത് ഞാൻ മുൻകൈ എടുത്ത എല്ലാ ആളുകൾക്കും വെരി താങ്ക്സ് ആൻഡ് താങ്ക് യു. മാം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? യെസ്, താങ്ക് യു ഫെബിൻ. യെസ് അനശ്വര. നമ്മൾ അനാവശ്യമായി റീഅഷ്വറൻസ് കൊടുക്കാറില്ലേ? ലൈക്ക് അർജുന്റെ കേസിൽ തന്നെ തിരിച്ചു വരും. അത്തരം റീഅഷ്വറൻസ് നമ്മൾ റിയാലിറ്റിയിൽ നിന്ന് പലപ്പോഴും മാറി ചിന്തിക്കാൻ ശ്രമിക്കാറില്ലേ? ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ജീവനോടെ വന്നാലോ. അപ്പം നമ്മുടെ ഈ ന്യൂസ് ചാനൽസിനെ പറ്റി നേരത്തെ മെൻഷൻ ചെയ്തു, മേ ബി വരാം. അത്തരം ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ന്യൂസ് കേൾക്കുന്ന സമയത്ത് ഇത്തരം ആളുകളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും? ഡെഫിനറ്റ്ലി നമ്മൾ ഫോൾസ് റീഅഷ്വറൻസ് കൊടുക്കുന്നത് ഒരു പ്രോബ്ലം ആണ്. എപ്പോഴും ഇറ്റ് ജസ്റ്റ് ടേക്സ് ലോങ് ഫോർ ദം ടു ഡീൽ വിത്ത് ദ റിയാലിറ്റി. അത് തന്നെയാണ് ഞാനത് ഐ തിങ്ക് അഗെയിൻ പ്രസന്റേഷനിൽ 2-3 തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോൾസ് റീഅഷ്വറൻസും ഫോൾസ് ഹോപ്പും കൊടുക്കരുത്. നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിനെ പറ്റിയിട്ടും റീഅഷ്വറൻസ് കൊടുക്കരുത് എന്നുള്ളത്. ബിക്കോസ് നമ്മൾ വീണ്ടും വീണ്ടും റീഅഷ്വർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഒരു റിയാലിറ്റിയുമായിട്ട് കോപ്പപ്പ് ചെയ്യാനുള്ള ആ ഒരു സ്റ്റെപ്സ് അവരുടെ തന്നെ സൈക്കോളജിക്കൽ മൈൻഡ് എടുക്കുന്നില്ല എന്നുള്ളതാണ്. സോ ദാറ്റ് ഡിലേസ് ദ റെസ്പോൺസ്, ദാറ്റ് ഡിലേസ് ദ ആ ഒരു റീബൗണ്ട് ചെയ്യാനുള്ള ടൈമിനെ ആക്ച്വലി ഡിലേ ചെയ്യുന്നുണ്ട്. ഓൾസോ ദ മോർ യു ഗിവ് റീഅഷ്വറൻസ് ദ മോർ ദെയർ ഹോപ്പ് വിൽ ബി, ആൻഡ് വെൻ മോർ ഹോപ്പ് ഇസ് ദെയർ ഷാറ്ററിംഗ് ഈസ് ഈവൻ മോർ സിവിയർ. സോ ഡെഫിനറ്റ്ലി ഔട്ട്കം വേഴ്സ് ആയിരിക്കും. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. മാം ഒരു ഡൗട്ട്. ഞാൻ പറഞ്ഞോട്ടെ? ഓക്കെ. ഇപ്പം നമ്മായിട്ടിരിക്കുക അല്ലെങ്കിൽ ഷോക്ക്ഡ് ആയിട്ടിരിക്കുന്നവര്, അതായത് ഒരു രീതിയിലും റിയാക്ട് ചെയ്യാത്തവര്, നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്? ഐ മീൻ ഉടനെ തന്നെ നമ്മൾ അടുത്ത കൂടുതൽ ഹെൽപ്പിലേക്ക് റെഫർ ചെയ്യണോ വേണ്ടേ, ഓർ എന്താ ചെയ്യേണ്ട? ആ ടൈമിൽ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റുമോ? ഇമ്മീഡിയറ്റ് ആയിട്ട് റെഫർ ചെയ്യുക എന്നുള്ളതാണ് അന്നേരം ചെയ്യേണ്ടത്. പക്ഷെ ടിൽ ദെൻ ദ ഹെൽപ്പ് അറൈവ്സ് യു ക്യാൻ ബി ദെയർ ഫോർ ദം. നോ ഇന്റർവെൻഷൻ മൈറ്റ് ബി റിക്വയർഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. പക്ഷെ ജസ്റ്റ് ബി ദെയർ ഫോർ ദം ഫിസിക്കലി ആൻഡ് ഇമോഷണലി. ആൻഡ് ദെൻ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് ഹയർ അസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. യൂഷ്വലി സപ്പോർട്ടീവ് പോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇനിഷ്യേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇമ്മീഡിയറ്റ്ലി. മാം വൺ ഡൗട്ട്. നമ്മളൊരു ഗ്രൂപ്പിന് ഇതേപോലെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സംസാരിച്ച് തുടങ്ങേണ്ടത്? നമുക്ക് ജനറൽ ഇൻഫർമേഷൻ അല്ലേ അവരോട് അവരുടെ അടുത്തേക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ?
യെസ്, അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് കാണും. ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരുടെ ജനറൽ ആയിട്ടുള്ള സ്ട്രെങ്ത്തുകളെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ജനറൽ ആയിട്ടുള്ള കൺസേൺസിനെ അഡ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഒരു പ്രൊഫഷണൽ എന്ന രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ യു ഷുഡ് ബി ഏബിൾ ടു ഐഡന്റിഫൈ സ്പെഷ്യൽ അസിസ്റ്റൻസ് നീഡഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ആൻഡ് ദെൻ യു ക്യാൻ പിക്ക് ദം അപ്പ് ആൻഡ് ദെൻ പ്രൊവൈഡ് ദം ദ സെപ്പറേറ്റ് അസിസ്റ്റൻസ് ദാറ്റ് ദേ നീഡ്. കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അതിന്. പക്ഷേ ഇപ്പം ബൾക്കി ആയിട്ടാണ് ആളുകൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ, ഇൻഡിവിജ്വൽ അസിസ്റ്റൻസ് നമുക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഓൾദോ ഇറ്റ് ഹാസ് സം ലിമിറ്റേഷൻസ്. പക്ഷേ ഇൻഡിവിജ്വലിനെക്കാട്ടിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂളപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് സ്ട്രെങ്ത്തും കാര്യങ്ങളും. അവർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കംഫർട്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ലൈക്ക് എൻ ആഡഡ് ബെനിഫിറ്റ്. താങ്ക് യു മാം. ഹലോ മാം, ഓഡിബിൾ ആണോ? യെസ് മാം, ഞാൻ സോഷ്യൽ വർക്ക് സ്റ്റുഡന്റ് ആണ്, മെഡിക്കൽ ആൻഡ് സൈക്കാട്രി. മാം നല്ല ക്ലാസ് ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നി കുറച്ചും കൂടി ടൈം കിട്ടിയിരുന്നെങ്കിൽ ഓരോ സ്ലൈഡും കുറച്ചുകൂടി മാം എക്സ്പീരിയൻസ് വെച്ച് ഷെയർ ചെയ്തെങ്കിൽ കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റിയേനെ. മാം എന്തെങ്കിലും 2-3 എക്സ്പീരിയൻസ് 2-3 പേര് നേരത്തെ കമന്റിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാറുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരുന്നു. ലൈക്ക് മൈ എക്സ്പീരിയൻസ് ഈ ഒരു നമ്മുടെ ഡിസാസ്റ്റർ സിറ്റുവേഷൻ ആയിട്ട് മാം ഓൺലൈൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിൽ നിന്നുള്ളതോ ഏതെങ്കിലും 2-3 എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ. സോ വിത്ത് റെസ്പെക്ട് ടു ഇത് എനിക്ക് മൊത്തം ഉള്ളത് 3 ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസസ് ആണ് PFA ചെയ്തിട്ടുള്ളത്. ഒന്ന് കോവിഡിന്റെ സമയത്ത്, 2018 ഫ്ലഡിന്റെ സമയത്ത്, ആൻഡ് ദെൻ വൺ ഇസ് ദിസ്. ഇവിടെ എനിക്ക് വളരെ കുറച്ച് കോൾസേ കിട്ടിയിട്ടുള്ളൂ. ആൻഡ് വന്ന കോൾസ് ഒക്കെയും ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ കൂടുതലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അവർ റെസ്ക്യൂ ചെയ്യപ്പെട്ടു. ബട്ട് ദെൻ കൂടുതലും TV ഒക്കെ വ്യൂ ചെയ്തിട്ടും അങ്ങനത്തെ കാര്യങ്ങളിലൂടെയും ഒക്കെ ആയിട്ട് കുറച്ച് സ്ട്രെസ് റിയാക്ഷൻസ് ഉണ്ടായിരുന്നവര്. കൂടുതലും ഒരു ലിസണിങ് ഇയേഴ്സ് കൊടുത്തപ്പോഴത്തേനും ദേ വെർ ലൈക്ക് മോസ്റ്റ്ലി ഫൈൻ എന്നുള്ളതാണ് ഇപ്പം എനിക്കുള്ളത്. കാരണം ഓൺ സൈറ്റിലാണ് കൂടുതലും ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. കൂടുതലും എനിക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്നത് ആക്ച്വലി 2018 കോവിഡിന്റെയും സമയത്തായിരിക്കും. ആ സമയത്ത് ഐ തിങ്ക് തിങ്സ് വെർ എ ലിറ്റിൽ ബിറ്റ് മോർ ക്രിട്ടിക്കൽ. എന്റെ ടെലി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് കൂടുതലും ആളുകൾ വുഡ് ബി കൺസേൺഡ് അബൌട്ട് അവരുടെ ലൈക്ക് ഫാമിലി മെമ്പേഴ്സും അതുപോലെയുള്ള കാര്യങ്ങളും. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സജഷൻസ് കൊടുത്തു കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ ഒരു വേ ഔട്ട് ഫൈൻഡ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി കുറെയൊക്കെ അവരുടെ ഡിസ്ട്രെസ് കുറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ആൻസൈറ്റി ഉള്ള ആൾക്കാരിൽ കുറെ എക്സാസർബേറ്റഡ് ആയിട്ടുള്ള ആൻസൈറ്റീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കാറ്റസ്ട്രോഫൈസേഷനും ഓൾറെഡി ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ളവർക്ക് കുറെ എക്സാസർബേറ്റഡ് ആയിട്ട് സിംറ്റംസ് വന്നിട്ട് ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കുറച്ച് കേസസും കണ്ടിട്ടുണ്ട്. അതിൽ പ്രോപ്പർ തെറപ്പി പിന്നീട് ഇനിഷ്യേറ്റ് ചെയ്യുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എക്സാക്ട്ലി എന്താണ് എക്സ്പീരിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് പറയാനാണെങ്കിൽ ഈച്ച് ആൻഡ് എവറി എലമെന്റ് ഇപ്പൊ പറഞ്ഞതിനെ പറ്റിയിട്ട് ഞാൻ പറയേണ്ടി വരും. ആക്ച്വലി 100 ആക്ച്വലി ഞാൻ പറഞ്ഞല്ലേ. യെസ്, ആരായിരുന്നു എന്നോട് ചോദിച്ചത്? ഐ ഡോണ്ട് റിമെമ്പർ. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. ബൈ ദ വേ, ഐ ക്യാൻ ഗിവ് യു മൈ മെയിൽ ID. വേറെ എന്തെങ്കിലും റിക്വയർ മെയിൽ ID ഒന്ന് ഷെയർ ചെയ്തോളൂ. നമ്മൾ ഇത്ര സമയം ആയതുകൊണ്ട്. ഓക്കെ, ഇനി ബാക്കി ക്വയറീസിന് നിങ്ങൾക്ക് മെയിലോട്ട് ഇടാം. മാമിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് മാം റെസ്പോണ്ട് ചെയ്യും. ആക്ച്വലി ഇന്നത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ഇപ്പൊ ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതിന് ക്വാളിഫിക്കേഷൻസ് നിർബന്ധമാണ്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ചോദിച്ചപ്പോൾ ഒരാൾ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ് സൈക്കോളജി. ആൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഇപ്പൊ കേട്ട കാര്യങ്ങളെല്ലാം വെച്ച് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റും, നല്ല ഹ്യൂമൻ അപ്രോച്ച് പറ്റുമെന്നൊക്കെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. PFA എന്ന് പറയുന്നത് പ്രൊഫഷണൽ കൗൺസിലിംഗ് അല്ല, ആർക്ക് വേണമെങ്കിലും സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പറ്റും. പക്ഷെ യു ഷുഡ് ബി, ആരാണോ ചെയ്യുന്നത് ദേ ഷുഡ് ബി അവെയർ ഓഫ് ദെയർ ബൗണ്ടറീസ് എന്നുള്ളതാണ്. അവരുടെ സ്കിൽസിനും ട്രെയിനിങ്ങിനും ഒരു ബൗണ്ടറി ഉണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് അവർ അറിഞ്ഞിരിക്കണം. അതിന്റെ ബിയോണ്ട് ഉള്ള എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അത് റെഫറലിന് പോകണം എന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ എനിബഡി ക്യാൻ ആക്ച്വലി ഡു ദാറ്റ്. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിന് ആക്ച്വലി ഒരു എന്താ പറയുന്നത്, WHO പറയുന്നതിനനുസരിച്ചിട്ട് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിന് ഒരു സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ ആക്ച്വലി ഇല്ല. എനിബഡി ക്യാൻ ഡു ദാറ്റ് ഹൂ ഈസ് ഹാവിംഗ് ഫെയർ ഇനഫ് ഇൻഫർമേഷൻ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇൻഫർമേഷൻസും കാര്യങ്ങളും ഒക്കെ ഫെയർ ഇനഫ് ആയിട്ട് അറിയാവുന്ന ആർക്കും പറ്റും. പക്ഷെ ആസ് ഐ ടോൾഡ്, നമ്മൾ പറയുന്നതിലും ഉപരിയായിരിക്കും അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും. സോ സ്പെഷ്യലൈസ്ഡ് ടീംസ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി തന്നെ, അതായത് ഈ റെഫറലിന് എടുക്കുന്ന കുറച്ച് ടൈം
ഉണ്ടല്ലോ. സോ ആ ടൈം ഇല്ലാതെ ഇമ്മീഡിയറ്റ്ലി തന്നെ അവർക്ക് ഇന്റർഫെയർ ചെയ്യാനും ഇന്റർവീൻ ചെയ്യാനും പറ്റും. അങ്ങനെ ഒരു കാര്യമുണ്ട്. ലൈക്ക് ചെറിയ ലെവലില് ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യാനുള്ള എന്തെങ്കിലും കൊടുക്കാം, JPMR പോലെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനൊക്കെ പറ്റും. JPMR ഒന്നും ആ സമയത്ത് do you think that you will be able to introduce JPMR at that point of time? ലൈക്ക് ബ്രീത്തിങ് എക്സസൈസ് അങ്ങനെ എന്തെങ്കിലും? കുഴപ്പമൊന്നുമില്ല, JPMR ഒന്നുമല്ല. അല്ലാത്ത മറ്റേ നമ്മൾ ഗൂഗിളിൽ തന്നെ ഗ്രൗണ്ടിങ് എക്സസൈസ് ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ യു വിൽ ഗെറ്റ് n നമ്പർ ഓഫ് ഫിസിക്കൽ ഗ്രൗണ്ടിങ്, കോഗ്നിറ്റീവ് ഗ്രൗണ്ടിങ് ആൻഡ് ദെൻ നമ്മളുടെ മറ്റേ സെൽഫ് സൂത്തിങ് സ്കിൽസ് ഒക്കെ കിട്ടും. 5 4 3 2 1 കൗണ്ടിങ് ബാക്ക്വേർഡ്സ്. പറഞ്ഞു. അല്ലല്ല, മൈൻഡ്ഫുൾനെസിന്റെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ബ്രീത്തിങ് പോലെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. യു കെൻ ടീച്ച് ദം ദാറ്റ്. അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് തെറ്റില്ല. അതൊരു കോപ്പിംഗ് സ്കില്ലിന്റെ അകത്ത് വരുമല്ലോ. ദാറ്റ്സ് ഓക്കെ ടു ഡു. ഓക്കെ. സോ ഇനി എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ഒരു സെക്കൻഡ് ദയവായിട്ട് നിങ്ങൾ ഒന്ന് മെയിലിലോട്ട് ചെയ്യൂ. കാരണം ഒരുപാട് ടൈമായി. ഓക്കെ മാം, മോർണിംഗ് ടു ഈവനിങ് ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ലേറ്റ് ആയിരുന്നു സെഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട്. ഒരു പെട്ടെന്നുള്ളൊരു ടൈം ഗ്യാപ്പ് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ പ്ലാൻ ചെയ്യാനും കണ്ടക്ട് ചെയ്യാനും ഒക്കെ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് 9 o'clock സ്റ്റാർട്ട് ചെയ്തത്. യൂഷ്വലി നമ്മൾ 7:30 സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ടൈമിന്റെ ലിമിറ്റേഷൻ ഡെഫിനറ്റ്ലി ഈ ഒരു സെഷനിൽ ഉണ്ടായിരുന്നു. ഈവൻ നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകേണ്ടി വന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, മാമിന് മെയിൽ ചെയ്തോളൂ. മാമിന്റെ അവൈലബിൾ അനുസരിച്ച് നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. ഇറ്റ്സ് ഓൾറെഡി ടു ലൈറ്റ്. ഓക്കെ, അങ്ങനെ ചെയ്യാലോ അല്ലേ, വിത്ത് യുവർ പെർമിഷൻ? ഓക്കെ, സോ വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച് മാം. ഇത്രയും ഹെക്ടിക് ആയിട്ടുള്ള ഈ ഒരു ടൈമിന്റെ ഇടയിൽ നമുക്ക് വെരി ലൈക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ സെഷൻ പ്ലാൻ ചെയ്യാനും വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ പറ്റി. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായതൊഴികെ ബാക്കിയെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വാസം. ഫ്രം ദർ ഫീഡ്ബാക്ക് അതാണ് മനസ്സിലാവുന്നത്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഡെഫിനറ്റ്ലി താങ്ക് യു സോ മച്ച് ഓൾ ദി പാർട്ടിസിപ്പൻസ് ഫോർ യുവർ പേഷ്യൻസ്. ഇത്രയും ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിട്ടും നിങ്ങൾ കോപ്പറേറ്റ് ചെയ്തു. ഓക്കെ, താങ്ക് യു ഓൾ. Thank you. Good night. Yeah, take care, you all. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am, so much.